ഇന്നത്തെ വചനധ്യാനത്തിന് നമ്മൾ എടുക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ പ്രാരംഭമായി ഒന്ന് വായിക്കണം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. തുടർന്ന് വായിക്കാം. ആരെയും കണ്ടില്ല താനും ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നമ്മളെ വായിച്ചു കേട്ട ദൈവവചന ഭാഗത്തെ ഓർ ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവ് ഇന്ന് അവിടുത്തെ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് വായ് തുറന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ വർഷത്തിൽ ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആലോചന ഞങ്ങൾക്ക് വ്യക്തമായി അവിടുത്തെ വചനത്തിൽ കൂടെ സംസാരിക്കണമേ. വചനം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ. ആ കേൾക്കുന്ന വചനം അനുസരിക്കാനുള്ള ആത്മാവിൻ്റെ പകർച്ച ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിന്റെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. വളരെ വ്യക്തമായി ദൈവാലോചന ഞങ്ങളോട് അറിയിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ ഏകാഗ്രതമാക്കുവാൻ കർത്താവ് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സഹായം ധാരാളമായി അടിയനും ചോദിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്നത്തെ ദൈവവചന ധ്യാനം. പഴയ നിയമത്തിൽ പ്രവചന പുസ്തകങ്ങൾ 16 എണ്ണമാണ്. 16 പ്രവചന പുസ്തകം. 16 പ്രവചന പുസ്തകത്തിൽ 4 പ്രവാചകന്മാരെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് മേജർ പ്രോഫറ്റ്സ്, വലിയ പ്രവാചകന്മാർ. ബാക്കിയുള്ള 12 പ്രവാചകന്മാർ, ഹോശയ മുതൽ മലാക്കി വരെയുള്ള പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നു. ഈ വലുത് ചെറുത് എന്ന് പറയുന്നത് അവരുടെ പ്രവചനത്തിന്റെ പ്രാധാന്യം അനുസരിച്ചല്ല, മറിച്ച് ബൈബിളിലുള്ള പുസ്തകങ്ങളുടെ വലിപ്പം അനുസരിച്ചാണ് ഈ വലുത് ചെറുതെന്നുള്ള ഡിവിഷൻ വെച്ചിരിക്കുന്നത്. നമ്മൾ എടുക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരു പ്രവചന പുസ്തകമാണിത്. ഈ പ്രവചന പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞിട്ട് 22-ാമത്തെ അധ്യായത്തിലേക്കാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഉള്ളത്. ഈ പ്രവാചകനെ പറ്റി പറയുമ്പോൾ ഈ പ്രവചന പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, ചാപ്റ്റർ 1 വേഴ്സസ് 1, 1-ാമത്തെ അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം വായിച്ചാൽ ഈ പ്രവാചകൻ പ്രവചിക്കുന്ന കാലഘട്ടത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് വായിക്കാമോ? 1-ന്റെ 1ഉം 2ഉം വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. കെബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊപ്പം ഇരിക്കുമ്പോൾ ദർശനങ്ങളെ ഞാൻ കണ്ടു. വായിച്ചോ. യഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽ പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയ ദേശത്ത് കെബാർ നദീതീരത്ത് വച്ച് ബൂസിയുടെ മകൻ യഹസ്കിയേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ബൂസിയുടെ മകൻ എസെക്കിയേൽ പ്രവാചകന് അരുളപ്പാടുണ്ടായി. പ്രവാചകൻ, ദൈവം എസെക്കിയേലിനെ പ്രവാചക ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നതിന് മുന്നേ താൻ ആരായിരുന്നു? ഒരു പുരോഹിതനായിരുന്നു. യെരൂശലേമിൽ ദേവാലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യേണ്ട ഒരു പുരോഹിതനായിരുന്നു എസെക്കിയേൽ. പക്ഷെങ്കിൽ ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ ദൈവമക്കൾക്ക് മനസ്സിലായി കാണും, ബാബിലോൺകാര് വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് പിടിച്ചോണ്ടുപോയ പ്രവാസികളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ പ്രവാചകനായിരിക്കുന്ന എസെക്കിയേൽ. ഈ ബാബിലോൺ രാജ്യം വന്ന് യഹൂദനെ ആക്രമിക്കുന്നത് പല ഘട്ടങ്ങളിൽ 2-3 തവണയായിട്ടാണ് ദേശത്തെ വന്ന് പിടിച്ചടക്കുന്നത്. അതിൽ 2ാമത്തെ തവണ ആക്രമിക്കുമ്പോഴാണ് എസെക്കിയേലിനെ പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ, ഈ പ്രവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ പ്രവചനം കേൾക്കുന്ന ജനത്തിൻ്റെ മാനസിക അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം.
കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോട് ദൂത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേൾക്കുന്ന പ്രവാസികളുടെ ഹൃദയത്തിൽ കൂടെ പോകുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുവായിരിക്കും ചോദ്യം? നിങ്ങളൊന്ന് ഊഹിക്കാമോ? അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചോദ്യം, ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ബാബിലോൺകാർ ഞങ്ങളെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ പറ്റാതെ പോയ ഈ ദൈവത്തെ കൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം? ദൈവം ഞങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് വീണ്ടെടുത്ത് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞാക്കിയിരിക്കുന്ന ഞങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത ദൈവത്തെ കൊണ്ട് ഇനി ഞങ്ങൾക്ക് എന്താ പ്രയോജനം? അതുമല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ദേവാലയം സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിനെതിരെ ആക്രമണം ശത്രു അഴിച്ചുവിട്ടപ്പോൾ രക്ഷിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ പ്രവചനമാണോ ഞങ്ങൾ ഇനിയും കേൾക്കേണ്ടതെന്ന് മനസ്സിൽ സംശയം വരാൻ സാധ്യതയുള്ള ഒരു കാലം. കേൾവിക്കാരുടെ ഹൃദയത്തിൽ പ്രവാചകൻ പ്രവചിക്കുന്ന പ്രവാസികൾ നേരിട്ട് അതികഠിനമായ ദുരന്തം, കൂട്ടക്കൊല, സ്വന്തക്കാര് പലരും നഷ്ടപ്പെട്ടവർ പോലും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ജനത്തോടാണ് പ്രവാചകൻ പ്രവചിച്ചു തുടങ്ങുന്നത്. ഇത് ഈ പ്രവചന പുസ്തകത്തിലെ പ്രധാന സന്ദേശങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളോട് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് പ്രവാചകൻ പറയുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ പറ്റിയാണ്. എന്തിനാ ദൈവത്തിൻ്റെ പരമാധികാരത്തെ പറ്റി പറയുന്നതെന്നറിയാമോ? ജനം പ്രവാസത്തിൽ പോയി, ശത്രു വന്ന് സംഹരിച്ചു, പിടിച്ചോണ്ട് പോയി. പക്ഷെ അധികാരസ്ഥാനം ഒഴിയാതെ ഇന്നും അധികാരം കരത്തിലുള്ള ദൈവത്തിൻ്റെ ഒരു ദർശനമാണ് ഈ പുസ്തകത്തിൽ കൂടെ പ്രവാചകൻ ജനത്തോട് പറയുന്നത്. മറ്റൊരു വേദഭാഗം ഇതിനകത്തിലുണ്ട്, ഞാൻ വാക്യം എടുക്കുന്നില്ല. പ്രവാചകൻ ഇവരോട് പ്രവചിച്ച് പറയുന്നത്, ഇസ്രായേലേ, യഹൂദന്മാരെ, നിങ്ങൾ ചിതറിപ്പോയ നാട്ടിൽ, ചിതറിപ്പോയ നാടെന്ന് പറയുമ്പോൾ ബാബിലോണാണ്. ഇവിടെ വായിച്ചിരിക്കുന്നത് പോലെ കേബാർ നദിയുടെ തീരത്താണ്. ഇവരോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ പറഞ്ഞത്, ഇനിയും ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന സ്ഥലം ബാബിലോണിൽ നിന്ന് ഒത്തിരി ദൂരെ. ഞങ്ങൾക്ക് ഇനി രക്ഷയ്ക്ക് ഒരു സാധ്യതയില്ല. പക്ഷെ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞത്, നിങ്ങളെ ചിതറിപ്പിച്ച് കളഞ്ഞ രാജ്യത്ത് ഞാൻ നിങ്ങൾക്ക് മന്ദിരമായിരിക്കുമെന്ന് ഉള്ള ദൈവിക ആലോചന നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. എന്തോ അതിൻ്റെ പ്രത്യേകത? യഹൂദനെ സംബന്ധിച്ചിടത്തോളം മന്ദിരം, ആലയം എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ സ്ഥലമാണ് ആലയം. അതാണ് ആ ആരാധന ആലയം. ഇവർക്ക് ഇന്ന് നഷ്ടപ്പെട്ടു, ആലയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം പറയാ, നിങ്ങളുടെ പ്രവാസത്തിലും ആരിറങ്ങി വരും? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഇപ്പൊ വായിച്ച വാക്യത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും തുറക്കുന്ന ഒരു സ്വർഗം കാണുന്ന ഒരു ദൈവത്തെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്തിനാ ഇത് പ്രാരംഭത്തിൽ പറയുന്നതെന്ന് അറിയാമോ? പോയ വർഷം, പുതിയ വർഷം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇത് ഒരേപോലെ അനുഗ്രഹം നിറഞ്ഞ വർഷമല്ല കഴിഞ്ഞു പോയത്. കഠിനമായ ശോധനയിൽ കൂടെ എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പോലും ചോദ്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ഉന്നയിച്ച വർഷമായിരിക്കാം കഴിഞ്ഞു പോയത്. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ ഈ വർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ച അധികാരം കൈവിടാത്ത സർവശക്തനായ, എത്ര ദൂരേക്ക് ഞാൻ പോയെന്നും ദൈവം എന്നിൽ നിന്ന് ഒത്തിരി ദൂരെയാണെന്ന് ചിന്തിക്കുന്ന സ്ഥലത്തും ഇറങ്ങി വരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, സ്വർഗം തുറന്ന് എന്നെ കാണുന്ന ദൈവത്തിൻ്റെ ദർശനമാണ് ഈ പുസ്തകത്തിൽ കൂടെ പ്രവാചകൻ പ്രവാസികളോട് പറയുന്നത്. God is in control of your exile as well. നിങ്ങളുടെ പ്രവാസത്തിൽ പോലും അധികാരമുള്ള, നിയന്ത്രിക്കുന്ന ദൈവത്തെ മറന്നു പോകല്ലേ. നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ പ്രത്യാശയുടെ ഭാഗങ്ങൾ, മടങ്ങി വരുവിൻ്റെ സന്ദേശങ്ങൾ ഈ പുസ്തകത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തുണ്ട്. പ്രാരംഭമായിട്ട് നമ്മൾ ഇന്നെടുത്ത് 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ
ഇങ്ങനെ ഒരു പരാജയം ജനത്തിനുണ്ടായതിൻ്റെ കാരണങ്ങൾ നിരത്തുന്നതാണ് നമ്മൾ 22-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഞാൻ പല ആവർത്തി ഇത് വായിക്കും, നിങ്ങളും വായിക്കും, ഞാനും വായിക്കും. സന്ദേശം കഴിയുമ്പോൾ ആ വാക്യമെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചിലര് ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് കണ്ണടയ്ക്കും, പിന്നെ കണ്ണ് തുറക്കും. നിങ്ങൾ കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും എല്ലാം വായിക്കുന്ന ഏത് വാക്യമായിരിക്കും? ഒരുവനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോൾ ഞെട്ടി ഉണർന്ന നിങ്ങളെയും ദൈവം അന്വേഷിക്കുക, നിങ്ങൾ ഇടിവിൽ നിൽക്കുമോ എന്ന് നോക്കുന്ന ദൈവത്തിൻ്റെ സെർച്ചിങ് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഉണ്ട്. അത് ചിലര് ഏറ്റെടുത്ത് സമർപ്പിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം. കർത്താവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. 22-ന്റെ 30-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനു മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഇത് പ്രവചന പുസ്തകമാണ്. ലിറ്ററലായിട്ട് ആ വാക്കുകളെ അതേപോലെ നമ്മൾ എടുക്കണ്ട. അതൊരു മെറ്റഫറായിട്ട് അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടൊക്കെ പറയുന്നതാണ്. കാരണം ദൈവം അന്വേഷിക്കുന്നത് മതില് പണിയാൻ അറിയുന്ന ആൾക്കാരെ അല്ല. ഇതൊരു മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ആണ്. ദൈവം മറ്റൊരു കാര്യത്തെ എടുത്തിട്ട് ഇവരോടൊരു സന്ദേശം പറയും. എന്തുവാണ് അവിടുത്തെ സാഹചര്യം? എന്തുവാണ് ഇവിടുത്തെ സംഭവം? ആ കാലഘട്ടത്ത് പ്രവചനം നടക്കുന്ന കാലങ്ങളിൽ, പഴയ കാലങ്ങളിലെല്ലാം ഒരു പട്ടണത്തിന് ചുറ്റും സുരക്ഷയ്ക്ക് വേണ്ടി ഉയരം കൂടിയ വീതിയുള്ള മതിലുകളുണ്ടാകും. അകത്തു പാർക്കുന്ന ജനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ഈ മതിലിന്റെ ബലമാണ്. ദ സ്ട്രോങ്ങർ ദ വാൾ, ദ സെക്യൂർ പീപ്പിൾ വിൽ ബി. മതിൽ ശക്തമാണോ, ജനം സുരക്ഷിതരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പട്ടണത്തിനെതിരെ യുദ്ധമുണ്ടായാൽ, ഉയർന്ന മതിലൊക്കെ ഉള്ളത് കൊണ്ട് യുദ്ധത്തിന് എതിരായിട്ട് ശത്രു വരുമ്പോൾ ഈ യുദ്ധം നടക്കുന്നത് മതിലിനെതിരെയാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഒന്ന് ഇമാജിൻ ചെയ്യണം. ഈ ഒരു ഭിത്തി തന്നെ സങ്കല്പിച്ചാലും കുഴപ്പമില്ല. ഈ മതിലിടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് പുറത്തുള്ള ശത്രുവിന് എന്തോ ചെയ്യാൻ പറ്റത്തില്ല, അകത്ത് കയറി സംഹാരം നടത്താൻ പറ്റത്തില്ല. പക്ഷേ യുദ്ധം ശക്തമാകുമ്പോൾ മതിലിൽ ഇടിവ് സംഭവിക്കും. മതിലിന്റെ ബലം കുറഞ്ഞ് ചില ഭാഗങ്ങളിൽ വിള്ളലുണ്ടാകും. ചില ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ അവിടെ കുറച്ച് ഇടിഞ്ഞു പോയി, അവിടെയും കുറച്ച് ഇടിഞ്ഞു പോയി, അതുകൊണ്ട് ഇവിടെ ഇത്രയും വലിയൊരു ഇടിവ്. ഇങ്ങനെ ചെറിയ ചെറിയ ഇടിവുകൾ മതിലിൽ സംഭവിക്കുക. ഈ മതിലിൽ ഇടിവ് സംഭവിക്കുമ്പോൾ അകത്ത് പാർക്കുന്ന ജനത്തിന്റെ, സൈന്യത്തിലെ ശക്തന്മാർ, സോൾജേഴ്സ്, പടയാളികൾ ആ ഇടിവ് സംഭവിച്ചത് മനസ്സിലാക്കി ഓടിച്ചെന്ന് ആ ഇടിവിൽ അവർ സ്ഥാനം പിടിക്കും. അകത്തുള്ളവർക്ക് മനസ്സിലായി, അതുകൊണ്ട് അവിടെ ഇടിഞ്ഞു കിടക്കുക, ലെറ്റ് us stand there, നമുക്ക് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് 1-2 പേര് അവിടെ നിൽക്കുക. എന്തിനാണെന്നറിയാമോ? ശത്രു ഒരു കാരണവശാലും അതിലെ അകത്ത് പ്രവേശിക്കാൻ, എൻ്റെ പട്ടണം നശിക്കാൻ, എൻ്റെ കുടുംബം നശിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെന്ന് അവിടെ നിൽക്കുന്ന ചില പടയാളികൾ. അവരെപ്പോ വരെ നിൽക്കുമെന്നറിയാമോ? അവര് ഡ്യൂട്ടി ടൈം നോക്കിയല്ല നിൽക്കുന്നത്. സഭായോഗം ആശീർവാദം കഴിയുന്ന പോലെ 2 മണിക്കൂറല്ല അവർ നിൽക്കുന്നത്. അവർ നിൽക്കുന്നത് ആ ഇടിവ് നികത്തുന്നിടം വരെ അവിടെ നിൽക്കും. കാരണം ഇടിവ് നികത്തിയില്ലെങ്കിൽ ശത്രു അകത്തേക്ക് പ്രവേശിക്കും. ഈ സംഭവം അവർ കണ്ടിട്ടുണ്ട്. ഇത് പ്രവചിക്കുന്ന കാലത്തും അവർ യുദ്ധം ഫേസ് ചെയ്ത് പല സംഭവങ്ങൾ ഇങ്ങനത്തെ നേരിട്ട് കണ്ട ജനത്തോട് ആ കാര്യത്തെ എടുത്തിട്ട് പ്രവാചകൻ ജനത്തോട് പറയുന്നത്, ദൈവം ഇങ്ങനെ ഇടിവിൽ നിൽക്കാൻ ഒരാളെ അന്വേഷിക്കുക. എന്തുവാ ഇവിടുത്തെ പ്രശ്നം? ഇസ്രായേലിന്റെ സുരക്ഷയുടെ മതിൽ കേവലം ഫിസിക്കൽ വോളല്ല, ആത്മീകമായ ഇവരുടെ ജീവിതത്തിൽ വലിയ ഇടിവുകൾ സംഭവിച്ചിരിക്കുന്നു. പറഞ്ഞ ഉദാഹരണത്തിൽ പുറത്തുനിന്ന് വരുന്ന ശത്രു
മനുഷ്യരായിരുന്നു. ഈ പ്രവചനം നടക്കുമ്പോൾ ബാബിലോണിലെ സാമ്രാജ്യ, ഇതിനു മുമ്പ് അശൂർ സൈന്യം വന്ന് ഇവർക്കെതിരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യരാണ് ഇവർക്കെതിരെ യുദ്ധം നടത്തിയത്. പക്ഷെങ്കിൽ ഇവിടെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ശത്രു ആരാന്നറിയാമോ? 31-ാം വാക്യം ഒന്ന് നോക്കിക്കേ. ആരാണ് ഈ വിടവിൽ കൂടെ അകത്ത് കടക്കുന്നതെന്നൊന്ന് നോക്കിക്കേ. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവര് കണ്ടിരിക്കുന്നത് ഇടിവിൽ കൂടെ കേറി വരുന്ന ശത്രുവിനെയാ കണ്ടേ, ഫിസിക്കലായിട്ടുള്ള മറ്റ് രാജ്യങ്ങളെയാ. പക്ഷെ ദൈവം പറയാ, നിങ്ങൾ ഇതുവരെ ഇടിവിൽ നിന്നത് പോരാതെ വരും. കാരണം ഇപ്പോൾ നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. ദൈവത്തിന്റെ ക്രോധ അഗ്നിയാണ് ഈ ഇടിവിൽ കൂടെ കയറി വരാൻ പോകുന്നത്. അതാണ് ഈ സന്ദേശത്തെ ഗൗരവമാക്കിയത്. മനുഷ്യരായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇവര് പറഞ്ഞേനേം, ഇന്നാരും കൂടെ പോയി നിന്നാൽ അവിടെ ആരും കടക്കത്തില്ല. പെട്ടെന്ന് പണിയാൻ അറിയുന്ന രണ്ടുപേരെ കൊണ്ട് തേച്ച് മിനുക്കി പണിതാൽ ഒരു ശത്രുവിനും കയറാൻ പറ്റത്തില്ലെന്ന് പറയാമായിരുന്നു. പക്ഷേ this is not human enemy. The Lord is coming against his people. ദൈവം തൻ്റെ ജനത്തിന് എതിരെ വരിക. പക്ഷെങ്കിൽ ഇത് ഒരു വളരെ പ്രയാസമുള്ളൊരു മുന്നറിയിപ്പാകുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇതിനകത്തിൽ കൃപയുടെ ഒരു സാധ്യതയുണ്ട്. കാരണം ദൈവത്തിന് അവരെ നശിപ്പിക്കണമെന്നില്ല. ദൈവം തന്നെ പറയാ, ഒരു മനുഷ്യൻ ആ ഇടിവ് നികത്താൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ കൂട്ടത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെ ആരുമില്ല. ആ ഇടിവ് നികത്താൻ ഒരുവനെ നോക്കിയിട്ടും കൂട്ടത്തിൽ കണ്ടെത്താതെ പോയ ദൈവത്തിന്റെ അന്വേഷണമാണ് 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, അതെന്താ അവരുടെ ഇടയിൽ പുരുഷന്മാരില്ലാതെ പോയേ? ആരുമില്ല, അവരുടെ ഇടയിലെ ജനമെല്ലാം എന്തിയേ? ദൈവത്തിന്റെ അന്വേഷണത്തിൽ ഒരുത്തനെ പോലും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ പീപ്പിൾ? ആ ജനത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കണം. ആ ജനത്തിന്റെ അവസ്ഥയാണ് 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 22-ാമത്തെ അധ്യായം മുഴുവനായിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. 22-ാമത്തെ അധ്യായം ആ ജനത്തിന്റെ ഒരു പിക്ചർ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. അവരുടെ സമൂഹത്തിലെ അധപ്പതനം നോക്കുമ്പോൾ, നമ്മൾ അവരെ പറ്റി ചിന്തിക്കുമ്പോൾ, ഞാൻ സാധാരണ പഴയ നിയമഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പറയുന്നത് പോലെ അവരെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഈ ഇടിവുകളുണ്ടോ? നമ്മുടെ സഭയിൽ ഇതുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ ഇതുണ്ടോ? നമ്മുടെ പെന്തക്കോസ്റ്റൽ സഭകളിൽ ഇതുണ്ടോ എന്ന് കൃത്യമായ ഇവാലുവേഷൻ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. 22-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, 22-ാമത്തെ അധ്യായത്തിൽ 3 പ്രസംഗങ്ങളുണ്ട്. എല്ലാവരും 22-ാം അധ്യായം എടുക്കണം. 22-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കിക്കേ. 22-ാമത്തെ അധ്യായത്തിൽ 31 വാക്യം. ഈ 31 വാക്യത്തിൽ 3 പ്രസംഗങ്ങൾ ഒന്നിപ്പിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ്. 3 പ്രസംഗങ്ങൾ. അതെങ്ങനെ അറിയാം 3 പ്രസംഗങ്ങൾ ഉണ്ടെന്ന്? അതിനകത്തിലെ ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. 1-ാമത്തെയും 17-ാമത്തെയും 23-ാമത്തെയും വാക്യം ഒന്ന് വായിച്ചേ. വേഴ്സ് 1. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. ഇനി 17-ാമത്തെ വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. 23-ാമത്തെ വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. ആവർത്തിച്ചു വന്ന വാക്ക് എന്തുവാ? യഹോവയുടെ. എന്തുവാ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഇടയിലൊക്കെ പ്രസംഗം തുടങ്ങുന്നതിന് മുന്നേ പ്രസംഗിക്കുന്ന ആൾ എന്ത് പറയും? കർത്താവിന് മഹത്വം, കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾക്കൊക്കെ വന്ദനമെന്ന് പറയുന്നത് പോലെ അന്നത്തെ പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന വാക്ക് എന്തുവാ? യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ. അപ്പൊ 1-ാം വാക്യത്തിൽ പ്രവാചകൻ പറഞ്ഞു യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ എന്ന് പറഞ്ഞു തുടങ്ങി. 16-ാമത്തെ വാക്യം വരെ 1-ാമത്തെ ഒരു പ്രസംഗം കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് 17-ാമത്തെ വാക്യത്തിൽ അടുത്ത പ്രസംഗം വീണ്ടും പറയുന്നത് എന്തുവാ? യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്. ആ പ്രസംഗം മുന്നോട്ട് 22-ാമത്തെ വാക്യം വരെ, 23 വീണ്ടും പ്രവാചകൻ പറയുന്നത് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാണ് പറഞ്ഞു വരുന്നത്. 3 പ്രസംഗങ്ങൾ, 3 പ്രവചനങ്ങൾ, പ്രൊഫറ്റിക് സർമൺസ് ഒരുമിച്ച് ചേർത്ത് അന്നത്തെ ജനത്തിന്റെ പരാജയം, പാപത്തിന്റെ ഒരു പട്ടിക നിരത്തുന്നതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. ഓർത്തു വെക്കാൻ എളുപ്പമാകാൻ വേണ്ടി ഞാനൊരു 3 പിക്ചർ പറയാം. 3 പിക്ചർ എന്ന് പറയുമ്പോൾ ഓരോ പ്രസംഗത്തിലും പ്രവാചകൻ അവരുടെ മുമ്പിൽ ഒരു പടം വരച്ച് കാണിക്കുക. ആ പിക്ചർ കണ്ടോ നിങ്ങൾ? അതേപോലെ 2-ാമത്തെ പ്രസംഗത്തിൽ യു ലുക്ക് അറ്റ് ദാറ്റ്, നിങ്ങൾ അങ്ങനെ 3 പിക്ചർ അവരുടെ മുമ്പിൽ വരയ്ക്കാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. നോക്കണമേ, 1-ാമത്തെ പ്രസംഗം 1-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ. അതിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന പിക്ചർ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നോക്കാമോ? 2-ാമത്തെ വാക്യം, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? എന്തോ പട്ടണമാ? 1-ാമത്തെ പിക്ചർ അവരുടെ മുമ്പിൽ വരയ്ക്കുന്നത് എ സിറ്റി ഓഫ് ബ്ലഡ് ഷെഡ്, രക്തപാതകമുള്ള പട്ടണം. ഇത് ഏത് പട്ടണത്തെ പറ്റിയാണെന്നറിയാമോ? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം, അവരാരാധനയ്ക്ക് വേണ്ടി പോകുന്ന, ദൈവ സാന്നിധ്യമുണ്ടെന്ന് അവർ പറയുന്ന യെരൂശലേം പട്ടണത്തെ പറ്റി പറയാ. ഇതുവരെ ഇവരുടെ മനസ്സിലിരുന്ന യെരൂശലേമിന്റെ പിക്ചർ എന്തുവാണെന്നറിയാമോ? പണ്ട് ശലോമോൻ ആലയം പണിതപ്പോ ആലയത്തിന്റെ മേളിൽ എന്തോ കണ്ടു? ദൈവത്തിന്റെ ശെഖ്ന ഇറങ്ങി, പുരോഹിതന്മാർക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത ആ ഒരു ദൈവ തേജസ്സിന്റെ പിക്ചർ അവരുടെ മനസ്സിലുള്ള. പക്ഷെ ഇപ്പം ദൈവം പറഞ്ഞു, ആ പിക്ചർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പത്തെ നിങ്ങളുടെ അവസ്ഥ കാണണം. ആ മഹത്വമൊക്കെ മാറി. വാക്യങ്ങൾ പലതുണ്ട്. ദ ഗ്ലോറി ഡിപ്പാർട്ടഡ്, മഹത്വം ആലയം വിട്ടുപോയിട്ട് പട്ടണത്തിൽ ഇപ്പോൾ രക്തമാണ്. രക്തം എന്ന് പറഞ്ഞാൽ അന്യോന്യം കൊല്ലുന്ന, കൊലപാതകം, സ്വന്തം നേട്ടത്തിനു വേണ്ടി സഹോദരനെ കൊല്ലുന്ന, അധപ്പതിച്ചൊരു കൂട്ടം വസിക്കുന്ന ഒരു പട്ടണമായിട്ട് മാറി. അപ്പൊ 1-ാമത്തെ പിക്ചർ എന്തുവാണ്? രക്തപാതകമുള്ള ഒരു പട്ടണം. നമ്മൾ ഇതിലേക്ക് വിശദമായിട്ട് വരും. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഒന്നുകൂടെ വരാനാണ് ആഗ്രഹിക്കുന്നത്. മറക്കരുത്. 1-ാമത്തെ കാര്യം എന്താണ്? രക്തപാതകമുള്ള പട്ടണം. ഈ പട്ടണത്തിൽ സംഭവിക്കുന്ന പാപത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് 6-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ നിങ്ങൾ നോക്കിയാൽ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. വായിക്കാൻ സമയം എടുക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നത് അധികാര ദുർവിനിയോഗം, കുടുംബത്തിന്റെ ഓർഡർ തെറ്റിച്ച്, അവിടെ എഴുതിയേക്കുന്നത് അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്ന തലമുറകൾ, പരദേശികളെ പീഡിപ്പിക്കുന്നു, വിധവമാരെ അനാഥരെ ഉപദ്രവിക്കുന്നു, രക്തം ചൊരിയുന്നു, ഏഷണി പറയുന്നു എന്നിങ്ങനെ വിവിധ പാപങ്ങളുടെ പട്ടിക നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സമ്മറി എന്നവണ്ണം ഒരു വാക്യം മാത്രം നോക്കണം. 1-ാമത്തെ പ്രസംഗത്തിൽ എസെക്കിയേൽ പറയുന്നത് അതിനകത്തിൽ ഈ പാപത്തിലേക്ക് ജനം പോകാനുണ്ടായ കാരണം അതിൻ്റെ 12-ാമത്തെ വാക്യം നോക്കാമോ? രക്തം ചൊരിയേണ്ടതിന്, അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം വായിച്ചാൽ മതി. നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നുവെന്ന്, എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാ പട്ടണത്തിൽ പാപം? എന്തുകൊണ്ടാണ് ജനം പാപത്തിൽ വീണത്? ആരെ മറന്നുപോയി? ദൈവത്തെ മറന്നു. അതിലൊരു സന്ദേശമുണ്ട്, അതിലൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ നമ്മുടെ ഇടയിൽ ഇപ്പോൾ യൗവനക്കാരുണ്ട്, പല പ്രായത്തിലുള്ളവരുണ്ട്. നമ്മുടെ ഇവിടെ സഭയ്ക്കകത്തിരിക്കുന്നവർക്കൊക്കെ അറിയാം ദൈവമുണ്ടെന്നും പാപം ചെയ്യുന്നത് ശരിയല്ലെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും പാപത്തിൽ വീഴാറില്ല. വീഴും. അതെന്തുകൊണ്ടാ? പാപത്തിനൊരു ശക്തിയുണ്ട്. എന്തോ ചെയ്യുന്നറിയോ? പാപത്തിന്റെ താൽക്കാലിക സുഖം ദൈവത്തെ മറന്നു കളയാൻ നമ്മളെ പ്രേരിപ്പിക്കും. ചെയ്യുമ്പോൾ ലഭിക്കുന്ന സുഖം നിമിത്തം പാപത്തിൽ ദൈവത്തെ മറക്കുന്നൊരു ജനം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 1-ാമത്തെ സന്ദേശത്തിൽ രക്തപാതകമുള്ള പട്ടണം, കൊലപാതകം, രക്തം ചൊരിയുന്ന, കുടുംബങ്ങൾ തകർന്ന, അനാഥരെ വിധവമാരെ ഉപദ്രവിക്കുന്ന ഒരു തകർന്ന പട്ടണത്തിന്റെ പിക്ചർ.
ഈ പട്ടണത്തോട് ദൈവം എന്തുവാ പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് നമ്മൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ തകർന്ന പട്ടണത്തോടുള്ള, പാപത്തിൽ പുളയുന്ന ജനത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണം നോക്കിക്കേ. അതിന്റെ 15-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ച് നിന്റെ മലിനത നിന്നിൽ നിന്ന് നീക്കും. അടുത്ത ഭാഗം, ജാതികൾ കാൺകെ നീ നിന്നിൽ തന്നെ മലിനയായി തീരും. ഞാൻ യഹോവ എന്ന് നീ അറിയും. എന്തോ ചെയ്യും ദൈവം? പാപത്തിൽ ജനം വസിക്കുമ്പോൾ, ദൈവത്തെ മറന്ന് ജനം ജീവിക്കുമ്പോൾ ദൈവം എന്തോ ചെയ്യും? ചിതറിച്ച് കളയും. പ്രവാസത്തിലേക്ക് ജാതികളുടെ ഇടയിൽ ചിതറിക്കും. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞത്, നിങ്ങൾ എന്നെ മറന്നല്ലേ പാപം ചെയ്തത്, ഞാൻ ആരെന്ന് നിങ്ങൾ അറിയത്തക്കവണ്ണം നിങ്ങളെ ഞാൻ നശിപ്പിക്കുമെന്നുള്ള ഒരു കഠിനമായ സന്ദേശമാണ് 1-ാമത്തെ ഭാഗത്ത് കാണുന്നത്. എന്തുവാ ഞാൻ പറഞ്ഞു വരുന്നത്? ശ്രദ്ധിക്കുക. 30-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറഞ്ഞത്, ഒരു ഇടിവുണ്ടായി, മതിലിൽ തകർച്ചയുണ്ട്, ദൈവത്തിൻ്റെ ക്രോധം അകത്തേക്ക് വരിക. നമ്മളിവിടെ കാണേണ്ടത് ഈ ഇടിവുണ്ടായതിൻ്റെ കാരണം എന്താ? പാപമാണ്. മതിലെങ്ങനാ ഇടിഞ്ഞേ? പാപം ജനം ചെയ്തപ്പോൾ മതില് പലതും ഇടിഞ്ഞു. ഇതിന്റെ കാരണം ഒരു സമ്മറി ആയിട്ടാണ് പറഞ്ഞത്, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത്. 1-ാമത്തെ സന്ദേശത്തിന്റെ ഒടുവിൽ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ദൈവത്തെ മറന്നത് കൊണ്ട് ദൈവം നിങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. 2-ാമത്തെ സന്ദേശം അതിൻ്റെ 17 മുതൽ 22 വരെയുള്ള ഭാഗമാണ്. 17 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ കാണുന്നത്, നൽകുന്ന പിക്ചർ ഒരു തീച്ചൂളയുടെ പിക്ചറാണ്. എന്തിന്റെ പിക്ചറാണ്? തീച്ചൂള. ഈ തീച്ചൂള എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബൈബിളിലെ മറ്റു പല ഭാഗങ്ങളും തീച്ചൂളയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാധാരണ പറയുന്നത്, യോബ് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവൻ എന്നെ ശോധന ചെയ്താൽ പൊന്നുപോലെ എന്ന് പറഞ്ഞ തീച്ചൂളയിലേക്ക് ദൈവം എന്നെ ഇടും. ഞാൻ ആ തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ എന്നിലുള്ള അശുദ്ധി മാറിയിട്ട് വെട്ടിത്തിളങ്ങുന്ന പൊന്നായിട്ട് ഞാൻ പുറത്തു വരും. അതാണ് നമ്മുടെ മനസ്സിൽ. പുതിയ നിയമത്തിലും ഉണ്ട്, വിശ്വാസത്തിന്റെ പരിശോധനയൊക്കെ തീച്ചൂളയോട് സമാനമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എസെക്കിയേൽ പ്രവാചകൻ പറയുന്ന തീച്ചൂള വ്യത്യസ്തമാണ്. ഞാൻ ഇനി വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. എന്തു പറയും എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്? പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ എടുത്ത് തീച്ചൂളയിലേട്ടിട്ടപ്പം സത്യത്തിൽ നിങ്ങളാകേണ്ടത് പൊന്നായിരുന്നു, അല്ലെങ്കിൽ വെള്ളി ആകണമായിരുന്നു, വിലപിടിപ്പുള്ള ലോഹമായിട്ടാണ് നിങ്ങൾ നിൽക്കണ്ടേ. പക്ഷെ തീയിലിട്ടപ്പോഴാണ് മനസ്സിലായത് വിലപിടിപ്പുള്ളതൊന്നും ഇല്ല, കത്തിപ്പോകുന്ന അശുദ്ധി മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ജാതികളുടെ ഇടയിൽ വിലപിടിപ്പുള്ള ലോഹം പോലെ നിൽക്കേണ്ട യഹൂദൻ ഇന്ന് വിലയില്ലാത്ത, പ്രയോജനമില്ലാത്ത ഒരു മെറ്റീരിയലായിട്ട്, വെറും കത്തിച്ച് കളയാൻ മാത്രം കൊള്ളുന്ന ഒരു പ്രയോജനരഹിതമായ ഒരു എലമെന്റ് ആയിട്ട് മാറുക. അതാണ് 2-ാമത്തെ പിക്ചർ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവം എന്തോ പറഞ്ഞെന്നറിയോ? ഇങ്ങനെ നിങ്ങൾ വിലപിടിപ്പുള്ള, മൂല്യമുള്ളതാകാതെ ജാതികളുടെ ഇടയിൽ പോലും ദൈവത്തെ കളങ്കപ്പെടുത്തുന്ന, ദൈവനാമത്തെ കളങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് അധപ്പതിച്ചത് കൊണ്ട് ദൈവത്തിന്റെ പ്രതികരണം, 2-ാമതായിട്ട് ദൈവം ഇതിനോട് പ്രതികരിക്കുന്നത് അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? 22-ാമത്തെ വാക്യം, ഉലയുടെ നടുവിൽ വെള്ളി ഉരുകി പോകുന്നത് പോലെ നിങ്ങൾ അതിന്റെ നടുവിൽ ഉരുകി പോകും. യഹോവയായ ഞാൻ എന്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. എന്തോ പറയണേ? നിങ്ങൾ ഇങ്ങനെ വെള്ളി ആകാതെ വിലപിടിപ്പുള്ള ലോഹമല്ലാത്തത് കൊണ്ട് ഈ ഉലയിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ എന്തോ പറ്റും? ഉരുകി തീരും. എൻ്റെ കോപത്തിന്റെ അഗ്നി നിങ്ങളുടെ മേലേക്ക് ഒഴിക്കുമെന്നുള്ള ദൈവത്തിന്റെ സന്ദേശം. അതാണ് 2-ാമത് നമ്മൾ കാണുന്നത്. 3-ാമത്തെ പ്രസംഗം, ഈ അധ്യായത്തിലെ 3-ാമത്തെ പ്രസംഗം
23 മുതൽ 31 വരെയുള്ള ഭാഗം, അതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. എങ്കിലും അതിൽ നൽകുന്ന പിക്ചർ അശുദ്ധിയുള്ള, മഴയില്ലാത്ത ഒരു ദേശം. അത് നമ്മൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ, നിങ്ങൾ എങ്ങനെയായി? അശുദ്ധി, മഴയില്ല. മഴ പെയ്തിരുന്നെങ്കിൽ ശുദ്ധീകരണം നടന്നേനേയും. പക്ഷെ മഴ പെയ്യാത്തത് കൊണ്ട് വേസ്റ്റ് എല്ലാം കൂടെ കൂടി നിന്ന് ദേശം അശുദ്ധമായിരിക്കുകയാണ്. അങ്ങനെ അശുദ്ധമായ ദേശത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണമാണ് ഈ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. അവസാനത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളയും. എന്റെ കോപ അഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളയും. ആ വാക്യത്തിലെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്റെ ക്രോധം, എന്റെ കോപ അഗ്നി. പ്രിയമുള്ളവരെ, ഞാനിതിന്റെ ഒരു ഔട്ട്ലൈൻ പറയുമ്പോൾ എന്തുവാ നമ്മളിവിടെ കാണുന്നത്? നമ്മൾ തന്നെ ചിന്തിക്കുകയായിരിക്കും, ഞായറാഴ്ച രാവിലെ, ഒന്നാമത്തെ ഞായറാഴ്ച, യഹൂദനെ പറ്റിയുള്ള പിക്ചറുകൾ നമുക്ക് കിട്ടുന്നത് കൊണ്ട് എന്താ പ്രയോജനമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ പ്രയോജനം പറയാം, ശ്രദ്ധിക്കുക. എന്തുവാ പ്രയോജനം? നമ്മൾ ചിന്തിക്കും, യഹൂദനല്ലേ കൽപ്പന ലംഘിച്ചത്? അതെ. യഹൂദനല്ലേ മലിനപ്പെട്ടു പോയത്? അതെ. യഹൂദനല്ലേ ദൈവകോപത്തിന്റെ കീഴിലേക്ക് പോയത്? അതെ, ശരിയാണ്. പക്ഷേ നമ്മളിവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്തുവാണെന്നറിയാമോ? പഴയ കാലത്തിൽ യഹൂദന്റെ ചരിത്രത്തിൽ അവര് ചെയ്ത പാപത്തെ ന്യായം വിധിച്ച് അവരെ ദൈവം നശിപ്പിച്ച് കളഞ്ഞ അതേ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള കാര്യം മറക്കല്ലേ. പുതിയ നിയമത്തിൽ എന്തോ പറഞ്ഞു വരുന്നതെന്നറിയോ? ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്തോ, ഞാനിത് സുവിശേഷവുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്തോ പറഞ്ഞു വരുന്നത്? ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാരായിട്ടുള്ളവരുണ്ട്, അല്ല ഇതുവരെ സുവിശേഷത്തോട് പ്രതികരിക്കാതെ വിശ്വസിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ, അന്ന് ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേലുണ്ടെന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത സകല മനുഷ്യരുടെ മേലും ഉള്ളത്. കാരണം ബൈബിൾ പറയുന്നത് എന്താ? എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യന്റെ സകല അഭക്തിക്കും നേരെ ജ്വലിച്ചിറങ്ങുന്ന ദൈവത്തിന്റെ ക്രോധമുണ്ട്. അത് ദഹിപ്പിച്ച് കളയും, നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ ഭാഗമായി ഇന്ന് സുവിശേഷത്തിൽ വിശ്വസിച്ചത് കൊണ്ടൊക്കെ ദൈവദാസന്മാരായി ദൈവ മക്കളായി തീർന്ന നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയണം. കാരണം നമ്മുടെ മേലുണ്ടായിരുന്ന കോപത്തെ മാറ്റിത്തന്ന ദൈവത്തിൻ്റെ കരുണ. പറഞ്ഞു വരുന്ന കാര്യം, ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യനെ ദഹിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ. യഹൂദനെയാണ്, അത് സകല മനുഷ്യരിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ആ വായിച്ച 30-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കണം. 30-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധ തിരിച്ചേ. 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനു മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാൻ. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആ തോട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. കോപം സകല മനുഷ്യരുടെ മേലും, കാരണം എല്ലാവരും പാപം ചെയ്തു. അന്ന് പാപത്തെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന് മാറ്റമില്ല. ദൈവം പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെ ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, ജസ്റ്റ് വൺ മാൻ, ഒരു പുരുഷനുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ എഴുതുന്ന പ്രവാചകന്റെ പേരെന്തുവാ? എസെക്കേലിനോട് ദൈവം തന്നെ പറയാ. എസെക്കേലിൽ കൂടാണല്ലോ ദൈവം സംസാരിക്കുന്നത്. അപ്പൊ ദൈവം തന്റെ ഉള്ളിൽ പറയാ, എസെക്കേലേ ജനത്തോട് ഇങ്ങനെ പറ, ഞാൻ ഒരു പുരുഷനെ അന്വേഷിക്കും, പക്ഷെ ആരെയും കണ്ടില്ല. അത് പറയുമ്പോ എസെക്കേലിന്റെ മനസ്സിൽ കൂടെ എന്തോ പോവും? ഞാൻ എവിടെ? ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലോർഡ്, ഐ ആം ഹിയർ, ഡു യു നോട്ട് സീ മീ? എന്നെ നീ കാണുന്നില്ലേ? ഞാൻ എവിടെ ഉണ്ട്? അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇതേ കാലയളവിൽ പ്രവചിച്ച മറ്റു പ്രവാചകന്മാരുണ്ട്. യെരമ്യാവിനെ പറ്റി അറിയത്തില്ല? ഈ പ്രവാസത്തോടെ ചേർന്ന സമയങ്ങളിലാണ് യെരമ്യാവിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ടല്ലോ. എന്തോ പ്രവാചകനാ? അയ്യോ, കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ ജനം നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പും കരച്ചിൽ വിലാപമൊക്കെ നമ്മൾ ഇവിടെ ഒരിക്കലും എടുത്തിട്ടുണ്ട്. പട്ടണം നശിച്ചതിന് ശേഷം തെരുവിൽ കൂടെ അലഞ്ഞു നടഞ്ഞ് നിലവിളിക്കുന്ന പ്രവാചകൻ.
യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരിക്കലും ഇവിടെ സംസാരിച്ചെന്ന് എൻ്റെ ചിന്ത. ദൈവം തന്നെ പറഞ്ഞു, പ്രവാചക ഇനി നീ ആ ദേശത്തെ ഓർത്ത്, വായിച്ചിട്ടുണ്ടോ? ഇനി നീ പ്രാർത്ഥിക്കല്ലേ, മതി. അല്ല, അപ്പൊ ഇവിടെ ആരുമില്ലെന്ന് പറയുമ്പോ യെരമ്യാവ് എവിടെ ആയിരുന്നു? ചിന്തിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം? അത് മാത്രമല്ല, ദാനിയേലിന്റെ പുസ്തകം, ദാനിയേലിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ? ദാനിയേലും പ്രവാസത്തിൽ ജീവിച്ചതാണ്. 9-ാമത്തെ അധ്യായമൊക്കെ ജനത്തിന്റെ പാപത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ, പിതാക്കന്മാർ ചെയ്ത തെറ്റ് ക്ഷമിക്കണമേ എന്ന് അനുതപിച്ച് പ്രാർത്ഥിച്ച പ്രവാചകനല്ലായിരുന്നോ ദാനിയേല്? പക്ഷെ ഇവിടെ ദൈവം പറയാ ഒരുത്തൻ ആരുമില്ല. ദാനിയേലിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച സഹോദരന്മാര് അവരെല്ലാം എവിടെ പോയി? ഞാൻ ഈ വാക്യം പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് നമ്മൾ ഇതിനെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം പറയാൻ, ഞാൻ നോക്കി, ഒരുത്തനെ നോക്കി, ആരെയും കണ്ടില്ല. കാരണം എന്താണെന്നറിയോ? പരിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യരുടെയും ഇടയിൽ നിൽക്കാൻ, ആ വിടവ് നികത്താൻ ഉലകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും ഒരു പ്രവാചകനെ കൊണ്ട് സാധിക്കത്തില്ല. മനുഷ്യൻ പല കാര്യങ്ങൾ നോക്കി, പുണ്യസ്ഥലങ്ങൾ കയറി, പുണ്യപ്രവർത്തികൾ ചെയ്ത്, ദാനധർമ്മങ്ങൾ ചെയ്ത്, ദൈവമായിട്ടുള്ള വിടവ് നികത്താൻ പല പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ ദൈവത്തിന്റെ കോപത്തെ പരിഹരിക്കാൻ ഒരു മനുഷ്യനെയും കൊണ്ടും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. സകല മനുഷ്യരും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിൽ, ഒരുത്തനെ കൊണ്ടും ഈ കോപം മാറ്റാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു വഴി തുറന്നു. എന്തുവായിരുന്നു ആ വഴി? ഗോഡ് സൺ, ദൈവത്തിന്റെ പുത്രൻ ഇവിടെ അന്വേഷിച്ച ആ മനുഷ്യനായി അവതരിച്ചതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. God became man to stand in the gap. ആർക്കും നികത്താൻ പറ്റാത്ത ഇടിവിലേക്ക് കാൽവറിയിൽ ദൈവത്തിന്റെ പുത്രൻ നിന്നു. തൻ്റെ കരങ്ങൾ കാൽവറിയിൽ വിരിച്ചപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിച്ച കാൽവറിയുടെ ദർശനം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. യേശു തൻ്റെ മരണത്തിൽ ചെയ്തതെന്താ? ദൈവകോപത്തിൻ്റെ മട്ട് താൻ കുടിച്ചു എന്നുള്ളത് പല ആവർത്തി നമ്മളിവിടെ കേട്ടിട്ടില്ലേ? നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. അടുത്ത വഴി എന്താ? ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞ രക്ഷകൻ ജീവിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും സുവിശേഷത്തിൽ വിശ്വസിക്കാതെ മറ്റൊരുവനിലും രക്ഷയില്ലെന്നുള്ള സന്ദേശം തിരിച്ചറിയുക. Without the gospel you are under the wrath of God. ദൈവകോപത്തിന്റെ കീഴിലാണ്. ഏക വഴി അവിടുത്തെ പുത്രൻ മാത്രമാണ്. You are lost forever under the wrath of God without Jesus and his gospel. അതുകൊണ്ടല്ലേ പുതിയ നിയമത്തിൽ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നമുക്കറിയാം, പ്രായശ്ചിത്ത യാഗം, പകര മരണം. എന്നോടുണ്ടായിരുന്ന ദൈവത്തിന്റെ കോപം നീക്കി എനിക്ക് പകരമായി മരിച്ചതാണ് കാൽവറിയിൽ നമ്മൾ കാണുന്നത്. പറഞ്ഞു വരുന്ന കാര്യം, ആർക്കും പകരം നിൽക്കാൻ പറ്റാത്തപ്പോൾ, ആർക്കും ഇടിവിൽ നിൽക്കാൻ കഴിയാഞ്ഞപ്പോൾ യേശു അവതരിച്ചു. പുതിയ നിയമത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ആ വാക്യം അറിയാവുന്ന വാക്യം തന്നെയാണ്. എല്ലാവർക്കും വേണ്ടി മറുവലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. തിമത്തിയോസിന്റെ ലേഖനത്തിലെ ഒരു വാക്യമാണ്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥൻ. ആരാ മധ്യസ്ഥൻ? എല്ലാവർക്കും വേണ്ടി കൊടുത്ത. അവിടെ എഴുതിയേക്കുന്ന വാക്ക് നോക്കണം, മനുഷ്യനായ യേശു ക്രിസ്തു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിൽ ദൈവം ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ ഒരു പുരുഷനെ അന്വേഷിക്കുമ്പോൾ, ആരെയും കണ്ടെത്താതിരിക്കുമ്പോൾ, അന്നത്തെ പ്രവാചകന്മാർക്ക് ഒരാൾക്ക് പോലും നികത്താൻ പറ്റാതിരുന്ന വിടവ് ശ്രേഷ്ഠ പ്രവാചകനായ യേശു കാൽവറിയിൽ വിടവ് നികത്തിയതാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കാൻ കാരണമായത് ആ വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ചവർ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ.
That is the greatest act of intercession. ഏറ്റവും ശ്രേഷ്ഠമേറിയ മധ്യസ്ഥത കാൽവറിയിൽ നടന്നതാണ്. ഇനി ഞാൻ വളരെ പെട്ടെന്ന് ഇന്നത്തെ നമ്മളോടുള്ള ദൈവാലോചനയുടെ പ്രസക്ത ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. വാട്ട് മേഡ് ഇറ്റ് പോസിബിൾ? സാധ്യത തുറന്നത് കാൽവറിയിലാണ്. ഇനി നമ്മൾ 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇതുവരെ നമ്മൾ നോക്കിയത് ദൈവം യേശുവിൽ കൂടെ ദൈവകോപത്തെ ശമിപ്പിച്ച് വീണ്ടെടുത്ത രക്ഷകനെ പറ്റി നമ്മൾ ചിന്തിച്ചു. ഇനിയും ഒരു നിമിഷം ഈ 22-ാം അധ്യായത്തിന്റെ അവസാനത്തെ ആ സന്ദേശങ്ങളിലേക്ക് 23 മുതലുള്ള വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. ഇവിടെ സത്യത്തിൽ ആരെ പറ്റിയാ ഇത് പറയുന്നത്? യഹൂദനെ പറ്റിയാ. യഹൂദൻ എന്ന് പറഞ്ഞാൽ ദൈവം വീണ്ടെടുത്ത ദൈവത്തിന്റെ ജനം. മിസ്രൈമിന്റെ അടിമത്തമായിരുന്നു, നമുക്കതൊക്കെ അറിയാം. മിസ്രൈമിന്റെ അടിമത്തിൽ നിന്ന് ദൈവം രക്ഷിച്ച് കനാനിൽ കൊണ്ട് പാർപ്പിച്ചു. ദൈവം തൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ ജനത്തിന് നൽകി. പക്ഷേ ഈ വാക്യത്തിന്റെ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കൽപ്പനയുടെ ലംഘനം, പാപം ചെയ്തത് കൊണ്ട് വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവവും മനുഷ്യനും അല്ലെങ്കിൽ യഹൂദനും തമ്മിൽ ശത്രുതയിലേക്കായി. നമ്മൾ ഇനി നോക്കുന്നത് ഈ ഭാഗത്തെ നമ്മുടെ ഇന്നത്തെ സഭയിലേക്ക് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്യണം. ഇന്നത്തെ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രാദേശിക സഭയിലേക്ക് അപ്ലൈ ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ള മറ്റ് സഭകളിലേക്കും ഇത് അപ്ലൈ ചെയ്യുക. മറ്റ് പലരും ഇത് ചിലപ്പം പിന്നീട് കാണുമായിരിക്കുമല്ലോ. ലുക്ക് അറ്റ് ദ ചർച്ച് ടുഡേ. വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ യേശുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് സഭയുടെ ഭാഗമാണെന്നൊക്കെ പ്രഖ്യാപിക്കുന്ന, സഭയുടെ ഭാഗമായിരിക്കുന്ന പലരും ഈ അധ്യായത്തിൽ പറഞ്ഞാൽ മൂല്യമുള്ള ലോഹത്തെ പോലെ അല്ല. പിന്നെന്തോ പോലെ? ഒരു സമൂഹത്തിൽ പാർക്കുന്ന, നമ്മൾ പറഞ്ഞ അവിശ്വാസികളായ മനുഷ്യരെക്കാൾ അധപ്പതിച്ച രീതിയിലേക്ക്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ പരസ്യയോഗമോ ഭവന സന്ദർശനമൊക്കെ നടത്തുന്ന സഹോദരന്മാരോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഞാനൊരു ഭവനം വിസിറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് മിക്കതും നമുക്കറിയാം. അവരിങ്ങോട്ട് നമ്മുടെ ചരിത്രം, നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന പോലെ നമ്മളിൽ ഒരു PhD നടത്തിയവരാണ് ഇവിടെ. ക്വാളിറ്റി ഇല്ല, പക്ഷെ കണ്ടാൽ തോന്നും വെള്ളിയാണ്, പക്ഷെ അത് തീയിലേക്ക് ഇടും പൊന്നാന്നൊക്കെ ഓർത്താ ഇട്ടേ. പക്ഷെ ഇട്ടപ്പം മനസ്സിലായി we claim that we have the Bible. ബൈബിൾ ഉണ്ട്, ബൈബിളും കൊണ്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ കൽപ്പനകൾ, ദൈവവചനത്തെ ലംഘിക്കുന്നതിലും ഒന്നാം സ്ഥാനം സഭയ്ക്കകത്തുള്ളവരിൽ പലർക്കും ഉണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയട്ടെ. ഇഫ് യു ലുക്ക് അറ്റ് ദ ചർച്ചസ്, നമ്മുടെ സഭയിലും പെന്തക്കോസ്റ്റൽ ചർച്ചസിലും നോക്കിയാൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ട് ലോകം സഭയ്ക്കകത്തേക്ക് കടന്നുകൂടി മൂല്യ തകർച്ച സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് നോക്കുക, NLAGക്കകത്ത് പടയാളികളുണ്ടോ, പോരാളികളുണ്ടോ? ഇടിവ് നികത്താൻ ജീവൻ കൊടുത്ത് ഇടിവ് നികത്താൻ, ഇടഞ്ഞ ഭാഗങ്ങളിൽ നിൽക്കാൻ കർത്താവ് ഈ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ അന്വേഷിക്കുക. എന്തുവാ ഇവിടുത്തെ ഇടിവുകൾ? 22-ാം അധ്യായത്തിൽ പല ഇടിവുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. ചില വാക്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് നോക്കണം. 22-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് നോക്കിക്കേ. 22-4. നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു. ഒന്ന്, വിഗ്രഹാരാധന. വിഗ്രഹാരാധന പറയുമ്പോൾ നമ്മൾ പറയും നമ്മൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കാറില്ല. പക്ഷെ നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറയുന്നതേ ഉള്ളൂ. വിഗ്രഹാരാധന, ഏറ്റവും വലിയ വിഗ്രഹം എന്താണ്? നമ്മൾ തന്നെ. സ്വസ്നേഹത്തെ പറ്റി വിശദമായി നമ്മൾ കേട്ടില്ലേ? സ്വസ്നേഹം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കവർന്നു പോയി. അത് പണമാകാം, ജോലിയാകാം, മക്കളാകാം, വിദ്യാഭ്യാസമാകാം, എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, ദൈവത്തിന്റെ സ്ഥാനം ഇന്ന് ദൈവത്തിന് കൊടുക്കും. ഞായറാഴ്ച രാവിലെ സഭയിൽ കാണും, പക്ഷെ റെസ്റ്റ് ഓഫ് ദ ഡേയ്സ്, ബാക്കി ദിവസങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നത് ആരെയാ? അപ്പൊ ഒന്ന്, വിഗ്രഹാരാധനയെ പറ്റി കാണുക. 2 നോക്കിക്കേ, 7-ാമത്തെ വാക്യം നോക്കിക്കേ. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു. അപ്പനെയും അമ്മയെയും
പുച്ഛിക്കും. മക്കളൊക്കെ ഒന്ന് കേട്ടെ, നിങ്ങളെ പറ്റിയല്ല, അവിടുത്തെ ആൾക്കാരെ പറ്റിയാ. എന്തോ പറഞ്ഞേക്കുന്നത്? നിങ്ങളല്ല, അവിടെ ഉള്ള നിങ്ങളെ പോലെയുള്ള പിള്ളേര് അപ്പനെ അമ്മേ പുച്ഛം. അങ്ങനത്തെ ഒരു കൂട്ടം ഉണ്ടായിരുന്ന അവിടെ. അതിൻ്റെ ഒരു ജനറലായിട്ട് പറഞ്ഞ ഫാമിലിക്ക് ഓർഡർ ഇല്ല. അത് കഴിഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, ഗുരുതര ലൈംഗിക പാപങ്ങളിലേക്കുള്ള ലിസ്റ്റാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിലൊന്നും ഞാൻ സംസാരിക്കാൻ സമയം എടുക്കുന്നില്ല. ഇതെല്ലാം തുടങ്ങുന്നത് കുടുംബത്തിൻ്റെ തകർച്ചയാണ്. ഇത് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പം കുടുംബത്തിൻ്റെ ഓർഡർ തെറ്റിച്ച് കിടക്കുക. ഇനി 12-ാമത്തെ വാക്യം നോക്കിക്കേ. രക്തം ചൊരിയേണ്ടതിന് അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു, പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരനെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി. പലിശ ലാഭം വാങ്ങി കൂട്ടുകാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുക. എന്തുവാ കാണുന്നത്? ലവ് ഫോർ മണി, ദ്രവ്യാഗ്രഹം. അതും നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാ. എങ്ങനെയെങ്കിലും എന്തോ ഉണ്ടാക്കണം. അത് കൂട്ടുകാരനെ ഞെക്കിയാണോ എങ്ങനെയും എനിക്ക് സമ്പത്തുണ്ടാക്കണമെന്നുള്ള ഏക ലക്ഷ്യത്തിലേക്ക് പോവുക. തുടർന്നുള്ള വാക്യം 23 മുതലുള്ള വാക്യത്തിൽ വായിക്കേണ്ട. അവിടെ കാണുന്നത് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? വലിയ ഒരു ഇടിവ്. നിങ്ങളിപ്പോ ഈ ഒരു ഹോള് തന്നെ ചിന്തിക്കേ. വിഗ്രഹത്തിന്റെ ഒരു ഇടിവുണ്ട്, സ്വയത്തിന്റെ ഒരു ഇടിവുണ്ട്, പണക്കൊതി, കുടുംബ പ്രശ്നം. മറ്റേത് എഴുതിക്കുന്നതറിയാം, അശുദ്ധി ഏതാ വിശുദ്ധി ഏതാ തിരിച്ചറിവില്ല. ഈസ് ഇറ്റ് റൈറ്റ് ഓർ ഈസ് ഇറ്റ് റോങ്? ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾ തിരിച്ചറിയാതെ ഈ മതില് മുഴുവൻ ഇടിഞ്ഞു കിടക്കുക പല വിധത്തിൽ. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ സമയം എടുത്ത് വായിക്കുക. ഈ കൂട്ടത്തിൽ മതില് മൊത്തം പൊളിഞ്ഞു കിടക്കുമ്പോൾ ദൈവം ചെയ്യുന്നത്, ഇതിന്റെ കാരണക്കാരെ ഓരോരുത്തരായിട്ട് മുന്നേ വിളിക്കുക. കോടതിയിൽ കേസ് നടത്തുന്നത് പോലെ ജനത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നതിന്റെ കാരണക്കാരായ ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് അവർ ചെയ്ത കുറ്റം നിങ്ങൾ ഈ ഇടിവിനോട് കൂട്ടിയോ അതോ പണിതോ എന്ന് സ്വയ ഇവാലുവേഷന് ദൈവം അവരെ വിളിക്കുന്നതാണ് 23 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആരാ ഇടിവിന് കാരണക്കാര്? വളരെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മളുടെ ജീവിതത്തിലെ പല ഇടിവിന്റെയും കാരണക്കാര് ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ട് വരും. ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ വേണ്ട നിലയിലുള്ള ആത്മീക ഉയർച്ച സംഭവിക്കാതെ മുരടിച്ചു പോകുന്ന, മന്ദീഭവിച്ചു പോയ, മടുപ്പിക്കുന്ന ആത്മീക അവസ്ഥയുടെ കാരണക്കാരെ പറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കണം, 1-ാമത്തെ കൂട്ടർ, അതിന്റെ 25-ാമത്തെ വാക്യം നോക്കിക്കേ. അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. പ്രവാചകന്മാർ, ബാക്കി നമുക്ക് വായിക്കണം. പ്രവാചകന്മാർ എസെക്കിയേൽ 1-ാമതായിട്ട് വിളിക്കുന്നത് പ്രവാചകന്മാരെയാ. ചില പുസ്തകങ്ങളിൽ, ചില വേദപുസ്തകത്തിൽ അവിടെ പ്രിൻസസ് എന്നുമുണ്ട്, പ്രോഫറ്റ് എന്നുമുണ്ട്. മലയാളം ബൈബിളിൽ പ്രോഫറ്റ് എന്നാണ്. അതിൻ്റെ താഴെയുള്ള വാക്യത്തിലും പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1-ാമതായിട്ട് പ്രവാചകൻ പറയുക, എസെക്കിയേൽ പറയുന്നത്, ഈ മതിലിൽ ഇത്രയും ഇടിവുണ്ടായതിന്റെ 1-ാമത്തെ കാരണക്കാരാരാ? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചന കേട്ട് കൃത്യമായി മുഖം നോക്കാതെ ദൈവത്തിന്റെ ആലോചന പറയണമായിരുന്നു. പാപമാണെങ്കിൽ പാപത്തെ ദൈവം ന്യായം വിധിക്കും. മാനസാന്തരത്തിലേക്ക് ജനത്തെ വിളിക്കേണ്ട ദൗത്യമായിരുന്നു ഈ പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെന്തോ സംഭവിച്ചെന്നറിയാമോ? എന്തോ സംഭവിച്ചു? അവരെന്തോ ചെയ്തേക്കുന്നതെന്ന് തുടർന്ന് വായിച്ച 25-ാം വാക്യം. അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. പ്രവാചകന്മാർക്ക് ഇപ്പൊ എന്തോ ഉണ്ട്? ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ലൈൻ പെന്റക്കോസ്റ്റൽ ചർച്ചസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇടയിൽ പോലും ഇല്ലാത്ത ഐക്യത ഇപ്പോൾ എവിടെ കാണുന്നുണ്ട്? ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. അവർ തമ്മിൽ നല്ല കൂട്ടായ്മ. നമുക്കാണ് കുമ്പനാടുള്ള മറ്റേ പാസ്റ്ററെ കണ്ട പ്രശ്നം, കുമ്പനാടുള്ള മറ്റേ വിശ്വാസിയെ കണ്ട
അങ്ങനെ നമുക്കാ, പക്ഷെ അവരങ്ങനല്ല, ഭയങ്കര ഐക്യതയുണ്ട്. ഒരു കൂട്ടുകെട്ട് വളർന്നു വരുന്നത് നിങ്ങൾ കാണുക. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാം ഈ കൂട്ടുകെട്ട്? അടുത്ത ഭാഗം നോക്കിക്കേ. അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. കണ്ടോ, ഈ കൂട്ടുകെട്ട് എന്തിനാന്ന് മനസ്സിലായോ? ഈ കൂട്ടുകെട്ട്, ഈ ടീം തിരുവല്ല അല്ല കുമ്പനാട് ഇന്ന് പ്രസംഗിക്കും. കൂട്ടുകെട്ടെ പ്രവാചകന്മാരുടെ ഈ കൂട്ടുകെട്ട് വന്നിട്ട് കുമ്പനാടുള്ള ദൈവസഭയുടെ മതില് പണിയല്ല, വിശ്വാസികളെ അങ്ങോട്ട് കീറും. എന്തിനാണെന്നറിയാമോ? നിക്ഷേപങ്ങൾ വിലപിടിപ്പുള്ളത് അപഹരിച്ചുകൊണ്ട് പോകാൻ. പിന്നെന്തോ ചെയ്യും? മറ്റേ സ്ഥലത്തേക്ക് ഈ കൂട്ടുകെട്ട് അടുത്തടുത്തടിക്കും. അവിടെയും ജനം വരും. ഇവർ അലറി വിളിച്ച സിംഹങ്ങളെ പോലെ വലിച്ച് കീറി പണം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകെട്ട്. ഇവരിത് എങ്ങനെയാ ചെയ്തതെന്ന് ഞാൻ പറയട്ടെ. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എങ്ങനെയാ ചെയ്തതെന്ന് ഞാൻ പറയാം. ഒരാളെ പ്രവാചകന്റെ അടുത്ത് പോയി ദൂത് കേൾക്കാൻ. നമ്മുടെ ഇടയിൽ അങ്ങനെ പോകുന്നവരുണ്ടോ? നമ്മളാരുമല്ല, നമ്മൾ പോകത്തില്ലല്ലോ. വേറെ ഒരാൾ ദൂത് കേൾക്കാൻ പോയി പ്രവാചകന്റെ അടുത്ത്. അപ്പൊ ഈ പോകുന്ന ആളുടെ സ്വഭാവം ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്തുവാണ് സ്വഭാവം? മറക്കരുത്. വിഗ്രഹങ്ങൾ പലതുണ്ട് പുള്ളിയുടെ ഹൃദയത്തിൽ. സ്വയം എന്ന് പറഞ്ഞു, അയ്യോ പുള്ളിക്ക് എന്നെ അപ്പോഴത്തേക്ക് അങ്ങ് വികാരമാകുന്ന പോലെ ഞാനാണിത് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എൻ്റെ ആ ഒരു സംഭവമുണ്ട്. പിന്നെ പണക്കൊതിയുണ്ട്, പിന്നെ കുടുംബത്തല്ലുണ്ട്, പിന്നെ മക്കളുടെ പ്രശ്നമുണ്ട്. എല്ലാം കൊണ്ട് ഇടിഞ്ഞു കിടക്കുക. ഇതാണ് പ്രവാചകന്റെ അടുത്ത് ദൂത് കേൾക്കാൻ ചെന്ന്. അവൻ പ്രവാചകന്റെ അടുത്ത് ദൂത് കേൾക്കാൻ ചെന്നപ്പം സത്യത്തിൽ പ്രവാചകൻ എന്തുവാ പറയണ്ടേ? ഇടിഞ്ഞു കിടക്കുന്നൊക്കെ പോയി പാടുന്നിട്ട് വരാനാ പറയണ്ടേ. പക്ഷെ പ്രവാചകൻ എന്തോ ചെയ്തെന്നറിയാം? അതാണ് 28-ാമത്തെ വാക്യം. നോക്കിക്ക്, 28-ാമത്തെ വാക്യം പ്രവാചകൻ എന്തോ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. നോക്കിക്ക്. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞു യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞും കൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. എന്തോ തേക്കുന്നു? വ്യാജം ദർശിച്ച് കള്ളപ്രശ്നം പറഞ്ഞ് കുമ്മായം തേക്കുന്നു. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്തുവാ? വൈറ്റ് വാഷ് അടിച്ചു വിട്ടു. ഇടിഞ്ഞു കിടക്കുന്നത് അതിനൊക്കെ എന്നാ അങ്ങ് അടിച്ചു, ശരിക്കും അങ്ങ് അടിച്ചു, വെളുപ്പിച്ചു, മിന്നിച്ചു. എന്ന് പറഞ്ഞ പണക്കോതിയുള്ള ആളോടാ പറയുന്നത്, പുതിയ വർഷത്തിൽ ചില പുതിയ വാതിലുകൾ, ചില ബിസിനസ്. ഇപ്പൊ ചിലര് പറഞ്ഞ ഈ സാലറിയുടെ ഡിജിറ്റ് കൂടുമെന്നാ പറയുന്നത്. 4 അക്കം 5ആയി, 5 6ആയി, അങ്ങനെ അക്കങ്ങൾ കൂടുന്നു. ഇങ്ങനെ ഓൾറെഡി പണക്കോതി കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പോയി. അപ്പോഴാണ് ഇതിന് മേളിൽ ഇനിയും അങ്ങോട്ട് അടിയിച്ച് വെളുപ്പി വലിയ പുതിയ ബിസിനസ്സുകൾ കാണുന്നു, വേറൊരു സ്ഥാപനം അതിന്റെ ബ്രാഞ്ചായിട്ട് കാണുന്നു. കുമ്മായ അടിക്കുക. അവിടെ എഴുതിയേക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു വാക്യമുണ്ട്. നിങ്ങളത് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. യഹോവ പറയാതിരിക്കേ. അതൊരു പുതിയ നമ്പരാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഈ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ ഒന്ന് മേളോട്ടാക്കി ചവിട്ടി വിടുന്ന പോലെ ഒന്ന് പറയാൻ, ആത്മാവിൽ ഞാൻ പറയുന്നു എന്നൊക്കെ പറയാം. ആരോടൊക്കെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വിട്ടിട്ട്, ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ടേ ബൈബിളല്ലാതെ ഞാൻ ഒന്നും എൻ്റെ വായിന്ന് പറഞ്ഞിട്ടില്ല. കൂടുതലും വായിച്ചവർ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കുമ്മായം അടിച്ച് വെളുപ്പിച്ച് വിടുന്നതാണ് പൗതി പ്രവാചകന്മാർ. പ്രവാചകന്മാരോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടെ പറയണമെന്ന് വിചാരിച്ചാണ് ഇന്ന് വന്നേക്കുന്നത്. കാരണം ഇത് ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്കറിയാതെ ഒരു ടെൻഡൻസി ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കേട്ടിരുന്നു. ബ്രദറെ ദൂത് വല്ലതും ഉണ്ടോ? നമ്മളോട് പറയും, പ്രാർത്ഥിച്ച് ദൂത് വല്ലതും ഉണ്ടെങ്കിൽ. ദൂതുണ്ടോ? ദൂത് ഇപ്പോൾ പറയും, അങ്ങനെ ദൂതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ വർഷത്തിൽ അങ്ങനെ നമ്മളെ വശീകരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ സന്ദേശം ഞാൻ ഇച്ചിരി കൂടെ ആ ഭാഗത്ത് നിന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ടേ എസെക്കിയേൽ പ്രവാചകൻ 22-ാമത്തെ അധ്യായം എന്തായാലും നിങ്ങൾ വായിക്കുമല്ലോ. അത് ഞാൻ പറയാതാണല്ലോ നിങ്ങൾ വായിക്കും, അതെനിക്കറിയാം. പക്ഷെ 13-ാമത്തെ അധ്യായം കൂടെ വായിക്കണം. 13-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ കാണിച്ചിട്ട് ബാക്കി നിങ്ങളുടെ ഹോംവർക്കിന് വേണ്ടി വിടുക. 13-ാം അധ്യായം ഒന്നിടത്ത് കള്ളപ്രവാചകന്മാർക്കെതിരെ ശക്തമായ ഭാഷയിൽ
പ്രവാചകൻ പറയുന്നതാണ് 13-ാമത്തെ അധ്യായം. 13-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് നോക്കിക്കേ. മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാർ. മലയാളത്തിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇസ്രായേലിലാണ് ഇവർ പ്രവചിച്ചതെന്ന. പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് പ്രോഫറ്റ്സ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൽ പ്രവചിച്ചു പോരുക എന്നല്ല, ഇവരാരുടെ പ്രവാചകന്മാരാ? ഇസ്രായേലിന്റെ പ്രവാചകന്മാരാ. വേറെ വാക്യങ്ങളുണ്ട്. ദൈവം പറയുന്നുണ്ട് നിന്റെ പ്രവാചകൻ എന്തുവാ ചെയ്തതെന്നൊക്കെ ദൈവം ചോദിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്ന കാര്യം ദൈവം പറയാ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് ഇപ്പോ ഈ പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അത് ആരുടേതല്ല, എന്റേത് അല്ല, അത് നിങ്ങളുടെ പ്രവാചകന്മാർ. നിങ്ങൾ അവർക്ക് നിക്ഷേപം കൊടുത്തു വിടുന്ന they are not mine. വാക്യം താഴോട്ടുണ്ട്. ഞാൻ അവരെ അയച്ചിട്ടില്ല, ഞാനല്ല അവരെ പ്രവചന ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. പിന്നെ പറഞ്ഞത് എന്താ അറിയോ? ഇവരുടെ പ്രവചനത്തിന്റെ ഉറവിടം ഞാനല്ല, പിന്നെ ആരാ? ആ വാക്യം തന്നെ എഴുതിയിട്ടുണ്ട്, സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് എന്ന് പറയുമ്പം ഈ പ്രവചനത്തിൽ സാമ്പത്തികം കൂടുന്നതിന്റെ കാരണം അപ്പൊ എന്തുവായിരിക്കും? പ്രവാചകന്റെ ഉള്ളിൽ എന്തുവാ? പ്രവാചകന്റെ ഉള്ളിൽ സ്വത്രാഴ്ച കൂടാൻ വേണ്ടിയുള്ള നിലയിലാണ് ഇത് പറയുന്നേ. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? നീ വലിയ സംഭവമാണെന്ന് പറയും പ്രവാചകന്റെ ഉള്ളിലിരിക്കുന്ന. ഇത് ഇപ്പം ഡീമോണിക് ആണോ എന്ന് ചോദിച്ചോണ്ട് അത് അടുത്ത ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്, മാജിക്കൽ, അതിലേക്കൊക്കെ നമുക്ക് വരണം. പക്ഷേ പൗതിമുക്കാലും പ്രത്യേകിച്ചൊന്നുമല്ല, അവരുടെ തോന്നല. സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇത് പറയുന്നത്, their own thoughts. ഈ 13-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഞാനൊരു 2-3 കാര്യം പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. പെട്ടെന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകന്മാരെ ഉപമിക്കുന്ന 3 പ്രയോഗങ്ങൾ, കമ്പാരിസൺ നടത്തുക. 3 പ്രയോഗങ്ങൾ നോക്കിക്കുക. അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കോണം. 4-ാമത്തെ വാക്യം, ഇസ്രായേലേ നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു. ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ, ജാക്കൽസ്, ഫോക്സസ് എന്നൊക്കെയാണ് അവിടെ ആ അർത്ഥം. ഇത്രയേ ഉള്ളൂ. ഈ ശൂന്യപ്രദേശം എന്നുള്ളതിന് റൂയിൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഈ ചത്ത ശവങ്ങൾ അല്ലെങ്കിൽ ഏറെക്കുറെ ചാകാറായ ശവങ്ങളൊക്കെ, മൃഗങ്ങളുടെ ശവങ്ങളൊക്കെ ചിതറിക്കിടക്കുന്ന ഒരു സ്ഥലം. അതാണ് ഈ ശൂന്യപ്രദേശം എന്ന് ഇവിടെ പറയുന്നത്. അവിടെ കുറുക്കന്മാര് പോകും. എന്തിനാണെന്നറിയാമോ? ഈ ശവത്തെ തിന്നാനും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അവർക്ക് കഴിക്കാൻ പറ്റിയ, അവർക്ക് അപഹരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പോകുന്ന ഒരു പിക്ചർ. എന്തുവാ ഇതിവിടെ നൽകുന്ന പിക്ചർ എന്നറിയോ? ആ ഒരു സംഭവത്തെ എടുത്തിട്ട് പറയാം, നിങ്ങളുടെ പ്രവാചകൻ എന്തുകൊണ്ട് ആ കുറുക്കനെ പോലെ എന്ന് പറഞ്ഞാൽ ശൂന്യപ്രദേശത്ത് ചെന്നിട്ടേ സത്യത്തിൽ പ്രവാചകൻ ചെയ്യേണ്ടത് ഇടിവ് പണിയായിരുന്നു. പക്ഷേ പ്രവാചകൻ അവിടെ പണിയല്ല, പ്രവാചകൻ കറങ്ങി കറങ്ങി നടക്കുവാണ്. എന്തിനു വേണ്ടി? ശൂന്യതയുടെ നടുവിൽ കൂടെ കറങ്ങി നടന്ന് തനിക്ക് പ്രയോജനമുള്ളത് എന്തോയേലും അപഹരിക്കാനുണ്ടോ എന്ന് നോക്കുന്ന പ്രവാചകൻ. നമ്മൾ ഈ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നനഞ്ഞടം. അതാണ് സംഭവം. പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തകർന്ന കുടുംബങ്ങൾ. സാമ്പത്തിക പ്രശ്നമുണ്ടോ? അല്ല, ചെറിയൊരു ഹിന്റ് കൊടുത്താൽ മതി, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, ചെറുതായിട്ടൊന്ന് ഹിന്റ് പറഞ്ഞാൽ പിന്നെ അത് മുതലാക്കിയിട്ടേ പോകത്തുള്ളൂ. യു ഹിന്റ് ദ പ്രൊഫറ്റ്. സി, ഞാനിത് ലൈവിലൊക്കെ പോവാം, ഉദാഹരണം ഉൾപ്പെടെ കൃത്യമായി എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ഇത് കൊണ്ടുവരുന്ന ഒരു തകർച്ച ദൈവസഭ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ദൂത് കേട്ടെടുത്ത് ചാടി കൊടിയ സാമ്പത്തിക പ്രശ്നത്തിലുള്ള കുടുംബങ്ങൾ എനിക്കറിയാം. ചെറിയ വിഷയം ഉള്ളായിരുന്നു കുടുംബത്തിൽ, അത് പരിഹരിക്കാനുള്ള വിഷയം പ്രവാചകനും കൂടെ എടുത്തിട്ടപ്പം അവസാനം പ്രവാചകൻ, ഞാൻ പറയണ്ടല്ലോ, അത് ആ വഴിക്ക് പിന്നെ വേറെ സംഭവമായിട്ട് പോയി, അധപ്പതിച്ചു പോയി. എന്തിനാന്ന് പറഞ്ഞാല് ഈ പ്രശ്നം കാണുമ്പോൾ സത്യത്തിൽ പ്രവാചകന്
വേദനയല്ല. എന്തുവാ നോക്കുന്നേ? വാട്ട് ഈസ് മൈ ഇൻകം? ഇവിടെ ഒരിടത്ത് ഭൂതം ഇളകി പലരും പ്രാർത്ഥിച്ചു, ഭൂതം പോകുന്നില്ല. അവസാനം ഒരു പ്രവാചകൻ വന്നു, കൃപയുള്ള ഒരു പ്രവാചകൻ വന്നിട്ട് ശാസിച്ചു, ഭൂതം പോയി. പക്ഷെ ഭൂതം പോയാലും പ്രവാചകൻ പോകുന്നില്ല. കാരണം പ്രവാചകൻ പറയുന്നത് എനിക്ക് കിട്ടേണ്ടത് കിട്ടാതെ ഞാൻ പോകത്തില്ല. ഇത്രയും പ്രവാചകന്മാരെ വിളിച്ച് ആ പൈസ കൊടുത്ത കുടുംബം ഏകദേശം തകർന്നിരിക്കുക, നാണം കെട്ടിരിക്കുക. പക്ഷെ പ്രവാചകന് സാറ്റിസ്ഫൈ ആയിട്ടില്ല. കാരണം എന്തോ വേണം, എനിക്ക് കിട്ടുന്ന. പിന്നെ പറഞ്ഞ് അത് കിട്ടിയത് കുറഞ്ഞു പോയി, വണ്ടിക്കൂലിക്ക് പോലും തികഞ്ഞില്ലെന്ന്. ഇതാണ് പ്രവാചനം. കുറുക്കന്മാരായിട്ട് തീരുക. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം. ഇന്ന് നമ്മുടെ എബിപാസ്റ്റ് വന്നിട്ടില്ല എങ്കിലും ഞാൻ പറയാം, എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി എബിപാസ്റ്ററെക്കാളും പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്റർമാരും ഇല്ല. ആരും സ്വോത്രം പറഞ്ഞില്ലല്ലോ, എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്ത് അത് മനസ്സിലാക്കുക. പാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് പാസ്റ്ററെ പറ്റി പറയുകയാണെങ്കിലും ചിന്തിച്ചാൽ മതി. ദാറ്റ് ഈസ് എ പോയിന്റ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പം കൺക്ലൂഷനിൽ തന്നെ ആ പാസ്റ്റർ പറയാ, ലീഡ് ചെയ്യുന്ന ചർച്ചിലെ ലോക്കൽ ഉപദേശി ഇതേ കാര്യം അവിടെ പറയുന്നു. അവരുടെ സെക്ഷനിൽ പാസ്റ്റർമാരെല്ലാം അവിടെ തീരുമാനിച്ചു. എന്താണെന്നറിയോ? ഇതേപോലെ അലഞ്ഞു ചുറ്റി നടക്കുന്ന പ്രവാചകന്മാരോട് കുടുംബങ്ങൾ ചെന്ന് വിഷയം പറഞ്ഞാൽ പിന്നെ സഭ ആ വിഷയത്തിന് വേണ്ടി ഒന്നെങ്കിൽ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്, സഭ പ്രാർത്ഥിച്ച സഭയുടെ കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥനയിൽ, ദൈവമക്കളുടെ കൂട്ടായ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കുന്നു വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവാ. ഞാനുള്ള കാര്യം പറയാം, നമ്മൾ ഈ പലയിടത്തും പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ ഓർത്തോണം, എല്ലാവരും ഒന്ന് ഓർക്കാൻ പോലും പോകുന്നില്ല നിങ്ങളെ പറ്റി. നമ്മളെ കളിപ്പിക്കുക സത്യത്തിൽ. പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ കുഴിക്കുകയാ. ഈ കുറുക്കനെ പറ്റി പറഞ്ഞുണ്ടല്ലോ, വീണിയും വാക്യങ്ങൾ പലതുണ്ട്. നമുക്കറിയാവുന്നൊരു ഭാഗം ഞാൻ കോട്ട് ചെയ്യാം. നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വിശാലമായിട്ട് ഒരിക്കൽ പഠിച്ചതാ. അവിടെ മതില് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേ കാര്യ. മതില് പണിയൊക്കെ നടക്കുമ്പോ എതിര് നിന്നവർ പറഞ്ഞൊരു കളിയാക്കിയ പ്രയോഗമുണ്ട്. ഇത് എന്നാ പണിയാ? കുറുക്കൻ കേറിയ. മനസ്സിലാവുന്നുണ്ടോ? കുറുക്കന്മാരെന്തോ ചെയ്യും? മതിലിനെ ഇടിച്ച് കളയാൻ കരുത്തുണ്ട്. ദൈവസഭയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒന്നാമത്തെ ഞായറാഴ്ച ദൈവവചനത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്നറിയാവോ? ദൈവസഭ ചെയ്യേണ്ടത് ഇങ്ങനെ മതിലിനെ ഇടിച്ചു കളയുന്ന കുറുക്കന്മാരെ പിടിച്ചു കെട്ടാനുള്ള ദൈവ കൃപ പ്രാപിക്കണം. Do not allow them to destroy it further. ഓൾറെഡി തകർന്നിരിക്കുക, അത് ഇനിയും തകർത്ത് കളയാൻ അനുവദിക്കരുത്. രണ്ടാമത്തെ ഒരു പിക്ചർ അധ്യായത്തിൽ നിന്ന് കാണുന്നത് അതിന്റെ 10ാമത്തെ വാക്യം. അത് നമ്മൾ ഓൾറെഡി ഒന്ന് ചിന്തിച്ചതെങ്കിലും വായിച്ചു വിട്ടാൽ മതി. 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സമാധാനമില്ലാതെ ഇരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്ക കൊണ്ടും അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നതും കൊണ്ട് അടന്നു വീഴും വണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത്, പെരുമഴ ചൊരിയും, ഞാൻ ആലിപ്പഴം പൊഴിയിച്ച് കൊടുങ്കാറ്റടിപ്പിക്കും. അത് നമ്മൾ ചിന്തിച്ച ഭാഗം തന്നെയാണ്. 22ാമത്തെ അധ്യായത്തിൽ ഇത് തന്നെ പറയുന്നത്. പ്രവാചകന്മാർ പാപത്തെ ഇടിവിനെ പരിഹരിക്കാതെ കുമ്മായം അടിച്ചു വിടുക. അത് ആ ബിൽഡിംഗ്, ആ ഭിത്തി പണിയുന്നതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ ദൈവം തന്നെ പറയാം, ഞാൻ മഴ പെയ്യിക്കുമെന്നാ. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വെള്ളയടിച്ച് ആത്മീയത്തിന്റെ വേഷമൊക്കെ കെട്ടി നിൽക്കുന്ന നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് പ്രവാചകനിൽ കൂടെ പറയാം. അതാണ് എസെക്കിയേലിൽ കൂടെ പറയുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് എ വോൾ ദാറ്റ് ഈസ് നോട്ട് കൺസ്ട്രക്റ്റഡ് വെൽ. ശരിക്കും പണിയാത്ത, ഒരു തകർന്ന അല്ലെ ബലമില്ലാത്ത ഒരു പണിയാണ് അവർ ചെയ്തത്. മൂന്നാമതായിട്ട് കാണുന്നത് ഈ 13ാമത്തെ അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം, 17 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത്, നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടോ? 13ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 16 വരെ പ്രവാചകന്മാരെ പറ്റിയായിരുന്നു. ആരെ പറ്റിയാ? കള്ളപ്രവാചകന്മാരെ പറ്റി. ഈ 17 മുതൽ പ്രവാചകനോടൊപ്പം പ്രവചിക്കുന്ന ആരുണ്ട്? പ്രവാചകിമാരും. പ്രവാചകനല്ല, പ്രവാചകി. ആ വാക്യം വേണം നിങ്ങളൊന്ന് വായിച്ചു. 17ാം വാക്യം ഒന്ന് നോക്കിക്കേ.
നീയോ മനുഷ്യപുത്ര, സ്വന്തം വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ ജനത്തിന്റെ പുത്രിമാര്. അപ്പൊ കള്ളപ്രവാചകനുമുണ്ട്. അന്ന് ആരുണ്ട്? വേറെ കള്ളപ്രവാചകിമാരുമുണ്ട്. അതിനെപ്പറ്റി നൽകുന്ന ഒരു പിക്ചർ, മൂന്നാമത്തെ ഒരു പിക്ചർ നമ്മൾ അവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് നോക്കി, വേഴ്സസ് 20. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേഹികളെ പറവജാതികളെ പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷകൾക്ക് പറവജാതികളെ പോലെ വേട്ടയാടുക. മൂന്നാമതായിട്ട് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത് എന്തോ അറിയോ? ഈ പ്രവാചകിമാരോടുള്ള ബന്ധത്തിലാ പറയുന്നത്. മൊത്തത്തിൽ നമ്മളത് അപ്ലൈ ചെയ്താലും തെറ്റില്ല. പ്രവാചകനും പ്രവാചകിയും കൂടെ ഒരു പക്ഷിയെ കെണി വെച്ച് അതിൽ പിടിക്കുന്നത് പോലെ, വേട്ടയാടുന്നത് പോലെ ജനത്തെ പിടിക്കുന്നതാണ് കള്ളപ്രവാചകന്റെയും പ്രവാചകയുടെയും ശുശ്രൂഷ. ഇവരെങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ളതൊക്കെ ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല. മൂട് പടങ്ങൾ, മാജിക് ചാംസ്, വളരെ ആകർഷിപ്പിക്കുന്ന നിലയിലുള്ള പലതും ഉപയോഗിച്ച് പ്രവാചകനിലേക്ക്, പ്രവാചകളിലേക്ക് ജനത്തെ തിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? എന്താ മതിൽ ഇടിഞ്ഞു കിടക്കുന്നേ? ഇടിവ് പണിയണ്ട പ്രവാചകൻ എവിടെ പോയി? പണിയുന്നില്ല. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗ്രഹത്തിനു വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. മീനിങ്, പ്രവാചകന്മാർ ചെയ്യേണ്ടത് ഇടിവുകൾ കണ്ടെത്തി ഇടിവിനെ പണിയാൻ സമയമെടുക്കേണ്ടതിന് ചെയ്യേണ്ട പ്രവാചകന്മാർ അത് ചെയ്യാതെ കുമ്മായം അടിച്ചു വിടുന്ന പരിപാടിയായി പോയി. ഇതെന്തോ സംഭവിച്ചെന്നറിയാമോ? ഇതെങ്ങനെയാ ജനത്തെ ബാധിച്ചെന്നറിയാമോ? 13-ാം അധ്യായത്തിന്റെ തന്നെ 22-ാമത്തെ വാക്യം നോക്കിക്കേ. ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുകയും തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതെ വണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട്. മതി. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജം കൊണ്ട് ദുഃഖിപ്പിച്ചു. 2-ാമത്തെ ഭാഗം, തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കത്തക്കവണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. എന്തുവാ സംഭവം എന്നറിയാം? വളരെ ശ്രദ്ധിക്കുക. പ്രസക്തമായ ഭാഗമാണ് ഞാൻ ഇനി പറയുന്നത്. ഈ കള്ള വ്യാജ പ്രവാചകനും പ്രവാചകയും കൂടെ എന്തോ ചെയ്തു എന്നറിയോ? ജനത്തോട് പ്രവചിച്ച് വശീകരിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സത്യപ്രവാചകനിലൂടെയുള്ള ദൈവവചനം കേൾക്കാൻ ജനം തയ്യാറല്ല. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കുക. പലയിടത്തും കറങ്ങി നടന്ന് പ്രവചനം കേട്ട് the word of God is no longer exciting. അതാണ് ഇവിടെ എസെക്കിയേൽ പറയുന്നത്. ഞാൻ അതിന് ഉദാഹരണം പറയാം. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. 2 കൂട്ടത്തെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. നീതിമാനുമുണ്ട്, ദുഷ്ടനുമുണ്ട്. നീതിമാൻ എന്ന് പറഞ്ഞാൽ ഒരു സിൻസിയർ ആളെ പറ്റി ചിന്തിച്ചാൽ മതി. വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ ഒരു സമർപ്പണമുള്ള സാധുവായ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. 1-ാമത്തെ കാറ്റഗറി. 2-ാമത്തെ കാറ്റഗറി എന്താ? പാപവഴിയിലൊക്കെ നടന്ന് വെള്ള തേച്ചെന്നൊക്കെ പറഞ്ഞ പോലെ വേഷം കെട്ടി, ആത്മീക വേഷവും ഉണ്ട്, ഉള്ളിൽ നല്ല പാപത്തിന്റെ സ്വഭാവവും തുടരുന്ന മറ്റേ കാറ്റഗറി. ഇവര് 2 പേരും കൂടെ പ്രവചനം കേൾക്കാൻ പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞ എന്തോ അറിയോ? ഈ ഇന്നസെന്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് കർത്താവിന് എന്തോലും എന്നോട് സംസാരിക്കാനുണ്ടോ എന്നൊക്കെ ചെന്ന് പറഞ്ഞ ആളോട് എന്തോ പറഞ്ഞെന്നറിയോ? ബ്രദറേ, ചില പോരാട്ടങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില കുരുക്കുകൾ, ചില പൈശാചിക വ്യാപാരങ്ങൾ
പിന്നെ മന്ത്രവാദമായി, ആഭിചാരമായി, പിന്നെ കൂടോത്രമായി നിനക്കെതിരെ വെച്ചിരിക്കുന്ന ചില. ഇത് കേട്ടപ്പോഴേ നമ്മുടെ പുള്ളിക്കാരൻ അയ്യോ ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അതവിടെ എഴുന്നേക്കെ. ഞാൻ ദുഃഖിപ്പിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്തു? ദുഃഖിപ്പിച്ചു, പേടിപ്പിച്ചു. സംഭവിച്ചിട്ടുണ്ടോ? കൈപൊക്കണ്ട. ആത്മാർത്ഥതയോടായിരുന്നു, പക്ഷേ പറഞ്ഞു പേടിപ്പിച്ചു. അയ്യോ ഇതൊക്കെ ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞത് കേട്ട് വീടും സ്ഥലവും വിറ്റുപോയ നല്ല ആത്മീയരെ എനിക്കറിയാം. ദേ ആർ വെരി ഗുഡ് പീപ്പിൾ. വളരെ നല്ല ആൾക്കാരായിട്ടല്ല അവരത് ഉൾക്കൊണ്ടേ. അയ്യോ ശരിയാ പാസ്റ്ററേ എന്ന് പറഞ്ഞ. രണ്ടാമത്തെ കാറ്റഗറി എന്താണെന്നറിയാം? രണ്ടാമത്തെ കാറ്റഗറി പാപത്തിലാണ്. സുന്ദരമായിട്ട് പാപം നീ ചെയ്യുമ്പോൾ തന്നെ ആത്മീയയുടെ വേഷം കേട്ട് ദുഷ്ടൻ. അവർ ചെന്നപ്പോൾ പ്രവാചകൻ എന്താ പറഞ്ഞു? യു ആർ ഡൂയിങ് ഗുഡ്, ഗുഡ്, നല്ലതാണ്, പുതിയ വഴിയുണ്ട്, പുതിയ വാതിലുണ്ട്, നല്ല സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ അനുഗ്രഹിച്ച് വിട്ടു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇതിൻ്റെ അപകടം എന്താണെന്നറിയോ? ഈ രണ്ട് കാറ്റഗറിയും കൂടെ ഇവിടെ ഇല്ല, നമ്മുടെ ഇടയിൽ പ്രസംഗം കേൾക്കാൻ വന്നു എന്ന് ഓർത്തേ എന്തോ സംഭവിക്കും? രണ്ടുപേർക്കും വചനം മനസ്സിലാവില്ല. ആത്മാർത്ഥതയുള്ളവരാ, ആൾ ഇന്നസെന്റാ, പക്ഷെ പുള്ളി പേടിച്ചിരിക്കും. അയ്യോ ഇതിനെനിക്കൊരു വിടുതലുണ്ടോ? അപ്പൊ ഇതൊന്നും പോരാ. ഏത് എസക്കേലിന്റെ പ്രവചനോ ഇവരെക്കാളും വലിയ വലിയ ഒരു സംഭവം ഇവിടെ ഇരിക്കുക എന്നുള്ള നിലയിലിരിക്കുക. മറ്റേ ആൾക്ക് പിന്നെ ഒരിക്കലും പറ്റത്തില്ലല്ലോ. പറഞ്ഞു വരുന്ന മനസ്സിലാവുന്നുണ്ടോ? കള്ളപ്രവാചകന്മാരുടെ പണി എന്തുവാന്ന് മനസ്സിലായോ? സത്യത്തിൽ നിന്ന് ജനത്തെ ബഹുദൂരം കൊണ്ടുപോയതാണ് ഇവര് ചെയ്ത പരാജയം. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് പറയുമ്പോൾ തന്നെ ഈ 13-ാം അധ്യായത്തിൽ നിന്ന് ഒരു ആശ്വാസത്തിൻ്റെ സന്ദേശം കൂടെ ഉണ്ട്. എന്തുവാണെന്നറിയാമോ? ഈ 13-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു വാക്കുണ്ട്. പ്രവാചകനെ പറ്റി പറഞ്ഞത് ഇസ്രായേലിൻ്റെ പ്രവാചകനാ, നിന്റെ പ്രവാചകനാ. പക്ഷെ ജനത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? അവരെൻ്റെ ജനമാ, അവരെൻ്റെ ജനമാ, അവരെൻ്റേതാണെന്ന് ആവർത്തിച്ച് 5 തവണ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? പേടിക്കാൻ ഒന്നുമില്ല. യു ബിലോങ് ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന നിന്നെ തൊടാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ലെന്ന് മനസ്സിലാക്കി സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ദൈവസഭയുടെ ഭാഗമായവർ അല്ല എന്നെ കേൾക്കുന്നവർ തയ്യാറാവും. ഭീതിപ്പെടുത്തി പേടിപ്പിച്ച് ബോണ്ടേജിൽ, അതിൻ്റെ അടിമത്തത്തിൽ കൊണ്ടുപോയ അനേകർക്ക് ഈ വചനം സ്വാതന്ത്ര്യമായി ഭവിക്കട്ടെ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ അനുഭവമുള്ളവരുണ്ടല്ലോ. പണ്ട് പലതിൻ്റെയും കേട്ട് പേടിച്ചും പാത്തും അതിൻ്റെയും ഇതിൻ്റെയും പുറകെ പോയവർ വചനം സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലേ? ഒന്നാമത്തെ കൂട്ടം ഇടിവ് പണിയേണ്ട പ്രവാചകന്മാരാ. പ്രവാചകന്മാർ ഇടിവ് പണിയുന്നതിന് പകരം they made it more wide. കുറച്ചും കൂടെ വിശാലമാക്കി, കുറച്ചും കൂടെ ദൈവകോപത്തിന് യോഗ്യന്മാരാക്കി ഈ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. രണ്ടാമത്തെ കൂട്ടം, വളരെ പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. 22-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 22-ാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ കൂട്ടം, അതിന് 26-ാമത്തെ വാക്യം. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. രണ്ടാമത്തെ കൂട്ടം ഏതാ? അതിലെ പുരോഹിതന്മാർ. പ്രവാചകനെ പറ്റി ഞാൻ പറഞ്ഞു, ദൈവാലോചന കേട്ട് ജനത്തോട് പറയണമായിരുന്നു. പുരോഹിതൻ എന്താണ് ചെയ്യുന്നത്? ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന് യാഗം കഴിയുക. ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ നിന്ന് യാഗങ്ങൾ കഴിച്ച് അതിലൊക്കെ ഉപരിയായി പുരോഹിതന് കൊടുത്തിരുന്ന ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്ന് ദൈവം നൽകിയ നിയമങ്ങളുണ്ട്, ന്യായപ്രമാണമുണ്ട്. അത് കൃത്യമായി ജനത്തെ പഠിപ്പിച്ച് ജനത്തെ മനസ്സിലാക്കി ദൈവകൃപയിൽ നടത്തണമായിരുന്നു. പക്ഷെ അവിടുത്തെ പുരോഹിതന്മാർ എന്തുവാ ചെയ്തത്? പുരോഹിതന്മാർ ആ വാക്യം ഒന്ന് വായിച്ചേ. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു. എങ്ങനെയാ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്യുന്നത്? ഞാൻ വായിച്ച ഒരു കമന്റ് ഞാൻ അതേപോലെ വായിക്കാം. എങ്ങനെയാണ് ന്യായപ്രമാണത്തെ ദ്രോഹം ചെയ്തത്? ഡൂയിങ് വയലൻസ് ടു ദ ലോ റെഫേഴ്സ് ടു ദി ഡെലിബറേറ്റ് മിസ്ഇന്റർപ്രിറ്റേഷൻ ആൻഡ് മിസ്റിപ്രസെന്റേഷൻ or demanding payment for instruction. Meaning,
ന്യായപ്രമാണത്തെ മനഃപൂർവം ദുർവ്യാഖ്യാനം ചെയ്ത് പ്രസംഗിക്കുന്നയാൾക്ക് സാമ്പത്തിക നേട്ടം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ചെയ്യുന്നതിനെയാണ് വയലൻസ് ടു ദ ലോ എന്ന് പറയുന്നത്. ദൈവവചനം കയ്യിലുണ്ടായിരുന്ന ന്യായപ്രമാണം പുരോഹിതന്റെ കയ്യിൽ കൊടുത്തതാ. പക്ഷെ പുരോഹിതൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാതെ എന്തോ ചെയ്തു? പുരോഹിതന് ഇഷ്ടമുള്ളതുപോലെ കൊണ്ടുപോയി. അതിനെയാണ് ദൈവം പറയുന്നത് ഇത് ന്യായപ്രമാണത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. അങ്ങനെ ദ്രോഹം ചെയ്തപ്പോൾ എന്ത് പറ്റി? തുടർന്നുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ജനത്തിനിപ്പോൾ അശുദ്ധിയും വിശുദ്ധിയും ദൈവപ്രസാദമുള്ളതും ദൈവകോപമുള്ളത് എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലമായിട്ട് മാറിയിരിക്കുക. ഞാനിത് പറയുമ്പോൾ ദൈവമക്കളെ, ഇത് ഒരു കൺവെൻഷൻ്റെ സീസണാണ്. ധാരാളം പ്രസംഗങ്ങൾ ലൈവായിട്ടും സ്ഥലത്ത് ചെന്നും കേൾക്കാൻ ഉള്ള സാഹചര്യമുണ്ട്. ഞങ്ങളുടെ അവിടെ തിരുവല്ലയിൽ ഇന്ന് വലിയ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 4 മണിയോടെ തുടങ്ങുമെന്ന് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ പല സ്ഥലങ്ങളിൽ കൺവെൻഷൻ പലയിടത്ത് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുവാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ടാണോ എന്നുള്ള പരിശോധന നടത്താൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമതായിട്ട് കർത്താവ് വിളിക്കുന്ന ആരെയെന്നറിയാമോ? ഇടിഞ്ഞുപോയി മതില് രണ്ടാമത്തെ കാരണക്കാര് പുരോഹിതന്മാരാ. പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ഇന്ന് ഇത് പാസ്റ്റർമാരെ പറ്റിയാ, ദൈവവചനം പ്രസംഗിക്കാൻ നിൽക്കുന്ന ഞങ്ങളെ പറ്റിയാ. അപ്പം ഞാൻ ആ ഭാഗം ഇനി സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും പാസ്റ്റർമാരോടായതുകൊണ്ട് വിട്ടതായിരിക്കും. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഞാൻ പാസ്റ്ററോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ പേടിപ്പിച്ച മറ്റ് ദൈവദാസന്മാർ കേട്ടാൽ നിങ്ങളെയും പേടിപ്പിക്കേണ്ട ഒരു വാക്യം ഈ 22-ാം അധ്യായത്തിൽ ഞാൻ കണ്ടു. അത് നിങ്ങൾ നോക്കണം. 14-ാമത്തെ വാക്യം. ഇതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവം ഈ ജനത്തിൻ്റെ പരാജയങ്ങൾ കൊണ്ടുവന്നവരെ ഓരോരുത്തരായിട്ട് വിളിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു ഭാഗമാണ് അതിൻ്റെ 14. നോക്കിക്കുക 14-ാമത്തെ വാക്യം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? കേട്ടോ, ഞാൻ നിന്നോട് എന്തോ ചെയ്യും? കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. ഇപ്പൊ ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ പ്രവാചക, ശ്രേഷ്ഠ പ്രവാചകൻ, വിലയേറിയ പ്രവാചകൻ, ശ്രേഷ്ഠ കർത്താവിന്റെ ദാസന്മാർ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു നാളിൽ എന്തോ ചെയ്യും? അക്കൗണ്ട് പിടിക്കും. ആര്? ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു നാളുണ്ട്. ഇന്നിപ്പം പണത്തിന് വേണ്ടിയോ പദവിക്ക് വേണ്ടിയോ വേദിക്ക് വേണ്ടിയോ ദൈവവചനത്തെ വളച്ചൊടിച്ചാൽ one day I'll stand accountable to God. ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരുമ്പോൾ കൈകൾ വിറയ്ക്കും, കാലുകൾ വിറയ്ക്കും, ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ കർത്താവിൻ്റെ ദാസന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സമർപ്പണം, പുതിയ സമർപ്പണം ഉണ്ടാണ്. എന്തുവാ? ഈ വർഷത്തിൽ അവസരങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും എന്തേ പറയത്തുള്ളൂ? ദൈവവചനത്തിനോട് യോഗ്യമല്ലാത്ത ജനത്തെ ഇഷ്ടപ്പെടുത്തുന്നതല്ല. ഈ ഇടിവിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്തോട് മായം ചേർക്കാത്ത അനേക ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ വണങ്ങത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. അതും ഇപ്പോഴത്തെ ഈ നടക്കുന്ന ട്രെൻഡിനോടുള്ള ബന്ധത്തിൽ ഇപ്പം നമ്മുടെ ഇടയിൽ ഫാസ്റ്റിംഗ് പ്രെയർ, യൂത്ത് ക്യാമ്പ്, കൺവെൻഷൻ, നമ്മുടെ ഇൻഹൗസ് ചർച്ചിൻ്റെ പല മീറ്റിങ്സ് നടക്കും. നമ്മുടെ പൊതുവേ ഒരു രീതി, നമ്മൾ പുറത്തുനിന്ന് വേറെ ശുശ്രൂഷകന്മാരെ ആരും അപ്പം പലർക്കും സംശയമുണ്ട്, പുറത്തുനിന്ന് വിളിച്ചാൽ നല്ലതായിരുന്നു, ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ ഒരാളെ കൂടെ വിളിച്ചാൽ, അങ്ങനെ പല പല ആശയങ്ങൾ കാണാം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു യോഗം നടത്തുമ്പോൾ അതിന് പബ്ലിസിറ്റി കൊടുത്ത് പ്രഗത്ഭന്മാരായ പ്രസിദ്ധരായവരെ കൊണ്ടുവന്നാൽ എന്തോ സംഭവിക്കുന്ന ആള് കൂടും. പ്രൊഫറ്റ് സോ ആൻഡ് സോ ആണ് ഇന്ന് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തോ കൂടും? ഇരട്ടി ആള് വരും. അപ്പോസ്റ്റൽ സോ ആൻഡ് സോ എന്ന് പറഞ്ഞാൽ ഇരട്ടി ആള് വരും. പക്ഷെ ഇപ്പൊ നമ്മൾ ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഒന്ന് ഓർത്തേ, ഒരു ദിവസം എന്തോ ചെയ്യേണ്ടി വരും? എന്നെ ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മുടെ സഭയിൽ അത് ഒരിക്കലും സംഭവിക്കത്തില്ല, പക്ഷെ വർഷങ്ങൾ മുന്നോട്ടൊക്കെ ചെല്ലുമ്പോൾ ഒരാളെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിന് മുന്നേ ഏത് സഭയിലാ കൂടുന്നതെന്നൊന്ന് നോക്ക്. പുള്ളി വിശ്വസിക്കുന്ന ദൈവശാസ്ത്രം എന്താണെന്നൊന്ന് ചിന്തിക്ക്. നമ്മുടെയൊക്കെ പല ക്യാമ്പിലും, നമ്മുടെയെന്ന് പറഞ്ഞാൽ പൊതുവിലെ, ഇപ്പം നമ്മൾ പൊതുവിലേക്ക് മാറി, പൊതുവിൽ നടക്കുന്ന പലയിടത്തും
ഇവിടുത്തെ 1-ാം ക്ലാസ് ദുരുപദേശ സംഘത്തിൽ തീയിറക്കുന്ന ആള് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഇൻഡാരി മീറ്റിങ്ങിന്റെ ആള്. വാട്ട് എ സ്റ്റോറി. ഞാൻ എന്തോ പറഞ്ഞു വരുന്ന അറിയോ? ഈ സമൂഹത്തിന്റെ മതില് ഇടിച്ച് കളയാൻ ഇതിന്റെ നേതാക്കന്മാർ വേദി കെട്ടി കള്ളന്മാരെ വിളിച്ച് പ്രസംഗിപ്പിച്ച് മതില് തകർത്ത് കളയുന്നത് ഈ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ. നമുക്ക് തന്നെ അറിയാം അത് കള്ളത്തരമാണ്. ആർക്കറിയാതെ? ഞാൻ ആരുടെയും പേരെടുക്കുന്നില്ല, പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ പലരുടെയും പേര് വന്ന് കാണുമല്ലോ. നമ്മൾ തന്നെ നമ്മുടെ ഇടയിൽ തന്നെ ഇവര് ഫോൾസ് ആണ്, ഇത് പ്രോസ്പെരിറ്റി ആണ്, അത് മറ്റേതാണെന്നെല്ലാം പറഞ്ഞ് കണ്ടം ചെയ്തിട്ടും അവരെ തന്നെ വിളിച്ച് പ്രസംഗിപ്പിക്കുമ്പോൾ വാട്ട് ഈസ് ദ സ്റ്റോറി? എന്തുവാ നൽകുന്ന സന്ദേശം? ഈ മതില് പണിയെ അല്ല, ഈ മതിൽ ഇടിച്ചു കളയ, ഈ സമൂഹത്തിന്റെ മതില് വചന വിരുദ്ധമായ പഠിപ്പിക്കലാൽ അടിച്ച് തകർത്ത് കളയുന്ന ഒരു നശിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ പാർക്കുന്നതെന്ന് കാണുക. ഞാൻ എൻ്റെ സന്ദേശത്തെ അവസാനിപ്പിക്കാം. അതിന് 29-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 27-ാമത്തെ വാക്യത്തിൽ പ്രഭുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അത് വിട്ടിട്ട് 29-ാമത്തെ വാക്യം. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. 29-ാം വാക്യത്തിൽ പറയുന്നത് ദേശത്തിലെ ജനത്തെ പറ്റിയാ പറഞ്ഞു വരുന്നത്. പ്രവാചകനിൽ തുടങ്ങി. പ്രവാചകന്മാരിൽ പ്രതീക്ഷയുണ്ടോ? നോ വൺ. പുരോഹിതന്മാരോ? ഇല്ലില്ല, അവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പ്രഭുക്കന്മാര്? നോ വേ. അവസാനം ജനമോ? അവരില്ല. ടോട്ടലി കറപ്റ്റായി പോയി, മൊത്തത്തിൽ നശിച്ചുപോയ ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് 30-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ ഒരാളെ നോക്കി. എവിടെ നോക്കി? പുരോഹിതന്മാരുടെ കൂട്ടത്തിലുണ്ടോ? പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ടോ? ജനത്തിന്റെ ഇടയിലുണ്ടോ? ആരില്ല. ഇന്ന് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമ്മുടെ ഇടയിലേക്ക് നോക്കുക. ഞാൻ പറഞ്ഞ പലതിനും നിങ്ങൾ ചിരിച്ചും ചിരിക്കാതെയും യോജിപ്പും വിയോജിപ്പും പ്രകടിപ്പിച്ചല്ലോ. മതിലിടിഞ്ഞു കിടക്കുവാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? പക്ഷേ ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ വൺ മാൻ. ഒരാളുണ്ട്, ഒരാള്. ഞാൻ പണിയാം, ഞാൻ നിൽക്കാം എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ the Lord will use you in this year. ഈ വർഷത്തിൽ ദൈവസഭകളിൽ മതിലുകൾ ഇടിഞ്ഞു പോകുമ്പോൾ പണിയാൻ വേണ്ടി കർത്താവ് ആൾക്കാരെ അന്വേഷിക്കുക. എങ്ങനെയാണ് ഈ മതില് പണിയുന്നത്? വളരെ പെട്ടെന്ന് 2-3 കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. The call before us in this new year. ഈ പുതിയ വർഷത്തിന്റെ 1-ാമത്തെ ഞായറാഴ്ച കർത്താവ് നമ്മളെ വിളിക്കുക പണിയാൻ, ഇടിവിൽ നിൽക്കാൻ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഞാൻ അത് ആവർത്തിച്ച് വീണ്ടും പറയും. We don't want members. അംഗങ്ങളെ അല്ല വേണ്ടത്, പടയാളികൾ, പോരാളികൾ, ജീവൻ കൊടുത്തും സഭയ്ക്ക് വേണ്ടി വചനത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറുള്ള പോരാളികൾ ഈ കൂട്ടത്തിലുണ്ടോ? That is what God wants. ഞാൻ ഓർത്തു പുതിയ വർഷത്തിൽ കുറച്ചും കൂടെ ആള് കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ കർത്താവ് വർഷത്തിന്റെ അവസാനത്തിൽ എന്നിലിട്ടത് ആള് കൂടുന്നതിനേക്കാളും നല്ലത് ഉള്ളവര് ദൈവത്തിന്റെ കൃപ ഏറ്റെടുത്ത് പുതിയ ബലത്തോടെ ആ ഇടിവിൽ ചെന്ന് ഒന്ന് നിന്നായിരുന്നെങ്കിൽ. ഒന്ന്, ഇടിവിൽ എങ്ങനെ നിൽക്കാം? ഒന്നാമത്, ഇടിവുണ്ടെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇത്ര നേരം കേട്ടുമ്പോൾ ചിലരുടെ ഉള്ളിൽ അല്ല ഇപ്പൊ എന്തോ ഇവിടെ പ്രശ്നം, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഇടിവും പണിയും ഒക്കെ വിട്ടിട്ട് ആശീർവാദത്തോടെ പോകുന്നതാണ് നല്ലത്. അപ്പൊ അത് ഒന്നാമത്തെ ഇത്. There is a problem. The problem is more than your physical problem. എൻ്റെ ശരീരത്തിന്റെ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നം ഇവിടെ ഉണ്ട്. എൻ്റെ ജോലിയുടെ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നം ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ്. രണ്ട്, എങ്ങനെ എനിക്ക് ഇടിവിൽ നിൽക്കാം? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ക്രോഡീകരിച്ച് അവസാനിപ്പിക്കുക. ഇടിവിൽ നിൽക്കാൻ പറ്റുന്നത്
ഇടിവ് കുറച്ചും കൂടെ വിശാലമാക്കിയത് വചനത്തെ വളച്ചൊടിച്ചുകൊണ്ടാണെങ്കിൽ ഇടിവിൽ നിൽക്കുന്നത് we stand in the gap by standing for the word. ഇടിവിൽ എങ്ങനെ നിൽക്കും? ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നതിൽ കൂടെ. അല്ലല്ല, പ്രസംഗിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അത് ഞാൻ പെട്ടെന്ന് കേട്ടു. പ്രസംഗിക്കാൻ പറ്റത്തില്ലെങ്കിലും ശരിയാണോ തെറ്റാണോ, ഏതാണ് കള്ളം ഏതാണ് ശരിയെന്നൊക്കെ ഒന്ന് വിവേചിക്കാനുള്ള ഒരു ആത്മീക പക്വത, വചന പരിജ്ഞാനത്തിലേക്ക് വളരാൻ വേണ്ടി ഈ വർഷം സമർപ്പിക്കുകയോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കാം. നമ്മളെല്ലാവരും ഫേസ്ബുക്കിലൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ഇങ്ങനെ അങ്ങ് ചിലപ്പോൾ അറിയാതെ ഷെയറായി പോയതായിരിക്കും. ഞാനിത് കണ്ടത് കൊണ്ട് അങ്ങ് പറയാം. അപ്പം എന്തുവാ ഇത് കേൾക്കുന്നത്, എന്തുവാ കാണുന്നതെന്നൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതാ. കാരണം എന്താണെന്നറിയോ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഇതൊരു കെണിയാണ്. അട്രാക്റ്റീവ്, ഭയങ്കര സൂപ്പറാ, കേട്ടുപോകും, അതിൻ്റെ അകത്തങ്ങാകും. കെണിയാ, പിന്നെ പുറത്ത് വരത്തില്ല, പിന്നെ അതിനകത്താ. എത്ര ഇവിടെ കേട്ടാലും പുറത്തു വരാൻ പറ്റത്തില്ല. ഈ വർഷത്തിൽ സമർപ്പിക്കണം, ദൈവവചനത്തിനു വേണ്ടി ഞാൻ നിൽക്കും. ദൈവവചനം ശരിക്ക് ഏതാണ് ശരി തെറ്റ് എന്ന് വിവേചിക്കാൻ വചന പരിജ്ഞാനത്തിലേക്ക് നടക്കുന്ന ഒരു വർഷമായിട്ട് ഇത് മാറട്ടെ. ശുശ്രൂഷകന്മാർ ഈ വർഷത്തിൽ സത്യം പ്രസംഗിക്കാൻ സമർപ്പിക്കപ്പെടട്ടെ. കർത്താവ് നമ്മുടെ ഇടയിൽ നിന്ന് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണം. എങ്ങനത്തെ പ്രവാചകന്മാരാണെന്നറിയോ? ദൈവം പറയാതിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു വന്ന് തോന്നുന്നു എന്ന് പറയുന്ന പ്രവാചകന്മാരല്ല. Yes, who will hear God correctly. ദൈവത്തെ ശരിക്ക് കേൾക്കുന്ന പ്രവാചകന്മാർ നമ്മുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു വർഷം ഇതായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചിലര് കർത്താവ് അങ്ങനെ എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ, കാലഘട്ടത്തിൽ അംഗീകാരം കിട്ടണമെന്നില്ല. ഇപ്പൊ എസെക്കിയേലിന് പ്രവചിച്ചപ്പോൾ എന്തോ കിട്ടിയ അംഗീകാരമാണോ? വലിയ കൂട്ടുകെട്ട് ഇതിനെതിരെ വരും, വലിയ അപവാദങ്ങൾ ഇതിനെതിരെ സംഭവിച്ചാലും സത്യത്തിനു വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ എന്നുള്ള സമർപ്പണം എടുക്കുന്ന ഒരു സംവത്സരമായി ഇത് മാറട്ടെ. ഐ ഐഡന്റിഫൈ ദ ഗ്യാപ്പ്. എനിക്ക് ഇങ്ങനൊരു ഇടിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വചനത്തിന് വേണ്ടി നിന്ന് അത് പ്രസംഗിച്ചും പഠിച്ചും ഡിസേൺ ചെയ്തും അതിനുവേണ്ടി ഞാൻ നിൽക്കുന്നു, വചനത്തിന് വേണ്ടി. 3, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം, we stand in the gap by standing before God in prayer. സങ്കീർത്തനം, വളരെ പെട്ടെന്ന് ആ വാക്യം ഒന്ന് എടുക്കണം. സങ്കീർത്തനം 106:23 വാക്യം. Psalm 106 verses 23. പെട്ടെന്ന് വായിക്കണം. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃദ്ധനായ മോശെ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ, മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും ആ സാഹചര്യം മനസ്സിലായില്ലേ? പഴയ നിയമത്തിൽ മോശ പർവ്വതത്തിൽ പോയപ്പോൾ ജനം വിഗ്രഹത്തെ ഉണ്ടാക്കി ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ, ഞാൻ അവരെ നശിപ്പിക്കും, എൻ്റെ കോപത്തിൽ അവരെ സംഹരിക്കുമെന്ന് പറഞ്ഞ് ദൈവം പുറപ്പെടുമ്പോൾ മോശ എന്തോ ചെയ്തത് അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ്റെ സന്നിധിയിൽ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്തുവാ? പിളർപ്പ്. അതേ വാക്കാണ് ഇവിടെ എസെക്കിയേലിലും പറയുന്ന ഇടിവ്. മോശ ആ പിളർപ്പിൽ നിന്ന് ദൈവ കോപത്താൽ ജനം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇടിവിൽ നിന്നത് നമുക്കൊരു മാതൃകയാണ്. എന്തിനുള്ള മാതൃകയാണെന്നറിയാമോ? പ്രാർത്ഥനയിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രാർത്ഥനയിൽ പോരാടാൻ നമുക്ക് കഴിയത്തില്ലേ? വി ക്യാൻ ഇന്റർസീഡ്. നശിച്ചു പോകുന്ന അവിശ്വാസികളായിട്ട് അനേകർ നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ കേട്ടു, ദൈവസഭയ്ക്കകത്ത് ഇടിവുകൾ സംഭവിച്ചിരിക്കുന്നു, വചനവിരുദ്ധമായത് കടന്നുകൂടിയിരിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പറ്റും, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പറ്റും. ഈ വർഷത്തിൻ്റെ ആരംഭത്തെ ഞായറാഴ്ച ചിലരോടുള്ള ദൈവത്തിൻ്റെ മിഷനാണ്. ദിസ് ഈസ് ദ മിഷൻ ഫോർ ദിസ് ഇയർ. ഈ വർഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇടിവിൽ നിന്ന് പോരാടി പ്രാർത്ഥിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു വർഷം ഇതാവട്ടെ. ഞാൻ പറയട്ടെ, പ്രവാചകന്മാരുടെ കൂട്ടുകെട്ട്, പുരോഹിതന്മാരുടെ വചനത്തോടുള്ള ദ്രോഹത്തെ,
തകർത്ത് കളയാൻ കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ രീതികൾ മാറട്ടെ. ജനമൊന്നിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരട്ടെ. അത് ഈ സഭകളിൽ സംഭവിക്കുന്ന ഇടിവിനെ പരിഹരിക്കാൻ കരുത്തുള്ളതാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയാം. പ്രാർത്ഥനക്കാരെ കർത്താവ് എവിടെ അന്വേഷിക്കുന്നതെന്നറിയാം? ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞതുകൂടെ പറയാം. കർത്താവ് ആദ്യം അന്വേഷിക്കുന്നത് എവിടാ? പുരോഹിതന്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രവാചകന്റെ കൂട്ടത്തിലുണ്ടോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ? Too busy with ministry. ഞാൻ ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറയാം. ഇവിടെ ശുശ്രൂഷയ്ക്ക് പാടാനാകട്ടെ, പ്രസംഗിക്കാനാകട്ടെ, ഇൻസ്ട്രുമെന്റ് വായനയാകട്ടെ, അല്ല സൺഡേ സ്കൂൾ പഠിപ്പീരാകട്ടെ, ഫിനാൻസ് ആകട്ടെ, എനി മിനിസ്ട്രി ഓഫ് ദ ചർച്ച്, ദ ലോർഡ് ഈസ് ലുക്കിംഗ് അറ്റ് യു ഫസ്റ്റ്. നിങ്ങളാണ് പ്രാർത്ഥനയുടെ മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. പ്രാർത്ഥിച്ചാണ് ശുശ്രൂഷകൾ ചെയ്യേണ്ടത്. ഇതൊരു പോരാട്ടമാണ്. പ്രാർത്ഥനയാണ് അതിൻ്റെ ആയുധം. We stand in the gap by standing for God's word. We stand in the gap by standing before God in prayer. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കാം. അവസാനമായിട്ട്, and the most important thing, ഇടിവ് സംഭവിച്ചത് ജനം പാപത്തിൽ ജീവിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതിന് പരിഹാരം എന്താ? ഞാൻ സമർപ്പിക്കുക ഈ പുതിയ വർഷത്തിൽ എങ്ങനെ ജീവിക്കാൻ? ദൈവവചനപ്രകാരം ജീവിക്കാൻ. I stand in the gap by standing right. പലരും വളഞ്ഞൊടിഞ്ഞ് ഇടിഞ്ഞു കിടക്കുമ്പോൾ ഞാൻ വചനമനുസരിച്ച് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മതില് കെട്ടി ദൈവനാമത്തിന് അപമാനം വരുന്നതൊന്നും ഈ വർഷത്തിൽ എൻ്റെയോ എൻ്റെ കുടുംബത്തിലോ ഞങ്ങളുടെ സഭയിലോ കടന്നു വരാതിരിക്കാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. വാട്ട് ഈസ് എ മെസ്സേജ്? ആ 2 വാക്യം അവസാനമായിട്ട് ഒന്നും കൂടെ വായിക്കുക. 30-31. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനു മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. വലിയ ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ദൈവം ഒരാളെയാണ് അന്വേഷിക്കുന്നത്. ഇടിഞ്ഞു കിടക്കുന്ന തകർന്നു പോകുന്ന മതിലുകൾ കണ്ടെത്തി ആ സ്ഥലത്ത് ചെന്ന് കൈയോട് കൈ കോർത്ത് നിന്ന് പോരാടാൻ കർത്താവ് ഈ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ അന്വേഷിക്കുക. Can you wrestle in prayer? പ്രാർത്ഥനയിൽ പോരാടുന്ന, ദൈവവചനത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുന്ന, കർത്താവിൻ്റെ മുൻപിൽ പോരാടി പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിൽക്കുന്നവരെ കർത്താവ് അന്വേഷിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. The church needs not just members, but the need is soldiers. The church needs not just attendance, but warriors. As a soldier, I'll stand against the flow that is coming against the church. ദൈവസഭയ്ക്ക് വിരോധമായി മതിലുകളെ ഇടിച്ചു കളഞ്ഞ് സഭക്കകത്തേക്ക് കടന്നുകൂടുന്ന ലോകത്തിൻ്റെ, പാപത്തിൻ്റെ, വചനവിരുദ്ധമായ പ്രവണതകൾക്കെതിരെ നിൽക്കാൻ കർത്താവ് ഈ കൂട്ടത്തിൽ നിന്ന് ചിലരെ അന്വേഷിക്കുക. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് ഈ വർഷത്തിൽ നമ്മളെ അതിനുവേണ്ടി സജ്ജരാക്കട്ടെ. ഒരു പാട്ടിൻ്റെ വഴികൾ നമുക്ക് ചേർന്ന് പാടാം. സത്യപാത കാട്ടി തന്നിടും, നീതി മാർഗം ഓതി തന്നിടും, പാപത്തെ വെറുത്ത് തൻഹിതം ചെയ്ത് രക്ഷകന്റെ പിൻപേ പോകാം. ജീവനെ വെടിഞ്ഞ് ലോക ഇമ്പം വെറുത്ത് ക്രിസ്തുവിനായി പോർ ചെയ്തിടാം. ഇനിയും അധിക നാള് നമ്മുടെ മുമ്പിലില്ല. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ, സഭയ്ക്കെതിരെ ശക്തമായ വെല്ലുവിളികൾ ഉയരുമ്പോൾ നമ്മൾ എത്ര പേര് സമർപ്പിക്കും? കർത്താവെ, എന്നെ ഈ കാലഘട്ടത്തിൽ, അല്ല ഈ വർഷത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ഒരു ധൈര്യവും ഒരു ബലവും നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ച്, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച്
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വിശേഷമായ ഒരു ദൈവകൃപ നമ്മുടെ മേൽ പകരട്ടെ. കർത്താവ് നമ്മുടെ മേൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു ആത്മഭാരം നൽകട്ടെ. പോരാടി പ്രാർത്ഥിക്കാൻ, ദൈവകൃപ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് കർത്താവ് ഈ വർഷത്തിൽ കഴിഞ്ഞുപോയ വർഷങ്ങളെ പോലെയല്ല, കർത്താവ് പുതിയ ബലത്താൽ നമ്മളെ നിറയ്ക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടിഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന അവസ്ഥകളിൽ അതിനെ നശിപ്പിച്ചു പോകുന്ന അനേകരുടെ മധ്യത്തിൽ ദൈവസഭയായി ഈ കാലഘട്ടത്തിലെ കുത്തൊഴുക്കിനെതിരെ നിൽപ്പാൻ ഒരു ദൈവകൃപ നമ്മുടെ മേൽ കർത്താവ് പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ച്, എല്ലാ അധരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവിന്റെ വലിയ പകർച്ച നമ്മുടെ മേൽ കർത്താവ് പകരട്ടെ. ചിലർക്കത് പ്രാർത്ഥിപ്പാൻ മണിക്കൂറുകൾ വേറിട്ട് പ്രാർത്ഥനയിൽ പോരാടാൻ, ചിലർക്കത് ദൈവത്തിന്റെ പ്രവാചകന്മാരായി പ്രവാചികമാരായി ദൈവവചനം കേട്ട് അതേപോലെ സംസാരിക്കാനുള്ള ദൈവിക നിയോഗങ്ങൾ കർത്താവ് ചിലരുടെ മേലിടട്ടെ.